പ്പെടുത്തേണ്ടതിനായി സാജൻ പാസ്റ്ററെ മുൻപോട്ട് ക്ഷണിക്കുന്നു. നമ്മുടെ കരങ്ങളെ അടിച്ച് കർത്താവിന്റെ ദാസന്മാരെ നമുക്ക് സ്വാഗതം ചെയ്യാം. Praise the Lord. Hallelujah. Shall we close our eyes and ask God to speak to us? കർത്താവ് നമ്മോട് സംസാരിക്കുവാൻ നമ്മുടെ കണ്ണുകളെ അടച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. Lord, we thank you for this electrifying time where we celebrate your presence in this second session of this wonderful mission conference for this wonderful young people from the Assemblies of God churches in Malabar region. മലബാറിലെ അസംബ്ലീസ് ഓഫ് ഗോഡിലെ യൗവനക്കാർക്ക് വേണ്ടി അങ്ങ് അനുവദിച്ചു തന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗിന്റെ ഈ സായാഹ്ന സമയത്ത് അവിടുത്തെ ആത്മാവിന്റെ വലിയ പകർച്ച ഞങ്ങൾക്ക് അനുഭവവേദ്യമാകത്തക്ക നിലയിൽ ഞങ്ങളുടെ നടുവിൽ അങ്ങ് പകർന്നുകൊണ്ടിരിക്കുന്നതിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. Lord, as we look into your word as to why we must have passion, zeal, a craziness, a kind of insanity for the Great Commission, I pray the Holy Spirit will speak to us through a study of Scripture. കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ അവിടുത്തെ മഹാനിയോഗത്തോട് കാണിക്കേണ്ട തീഷ്ണമായ സമർപ്പണവും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടിയുള്ള അദമ്യമായ ഉത്സാഹവും ആവേശവും ഒക്കെ ഞങ്ങളുടെ ഉള്ളത്തിൽ ജ്വലിപ്പിക്കത്തക്ക അളവിൽ അവിടുത്തെ വചനത്തോട് ഞങ്ങൾക്കുണ്ടായിരിക്കേണ്ട പ്രതിബദ്ധത, അവിടുത്തെ വചനത്തിന് വേണ്ടി ഞങ്ങൾക്കുണ്ടാകേണ്ട ദാഹം, അതിനുവേണ്ടിയുള്ള ഒരു വല്ലാത്ത അഡിക്ഷൻ ഞങ്ങൾക്ക് അങ്ങ് നൽകണം എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. Lord, as we look at why there is a reason from all the major doctrines of the Bible that we must be passionate for souls, we must be zealous in our obedience to the Great Commission, I pray that you will speak to us from all these doctrines of the Bible and challenge us to be missionaries to the lost in the Malabar region. മലബാറിൽ നഷ്ടമായിരിക്കുന്ന ആത്മാക്കളെ നേടേണ്ടതിന് വേണ്ടി ദൈവവചനത്തിന്റെ ഉപദേശ സത്യങ്ങളെല്ലാം തന്നെ കർത്താവിന്റെ വേലയോട് അവിടുത്തെ മഹാനിയോഗത്തോട് ഞങ്ങൾ കാണിക്കേണ്ട ആ വലിയ ഉത്സാഹം, ആ വലിയ എരിവ് ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് തരേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നു. I pray at the end of this message we will see young people give their lives to be passionate for the execution of the Great Commission of Jesus. കർത്താവേ, ഈ സെഷൻ അവസാനിക്കുമ്പോൾ തന്നെ കർത്താവിന്റെ ആത്മാവ് അങ്ങയുടെ മക്കളുടെ ഹൃദയത്തിനകത്ത് കർത്താവിന്റെ വേലയെക്കുറിച്ചുള്ള വലിയ എരിവും തീഷ്ണതയും ആഴമായ സമർപ്പണവും നൽകേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. In Jesus Christ's name I pray. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ. His name was Denzel Michael. അവന്റെ പേര് ഡെൻസിൽ മൈക്കിൾ എന്നായിരുന്നു. He is a young man who lived in the United Kingdom. യുണൈറ്റഡ് കിങ്ഡമിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു അവൻ. He lived in what we call as a duplex house, ground floor and first floor. ഡുപ്ലെക്സ് എന്ന് പേരിൽ അറിയപ്പെടുന്ന ഗ്രൗണ്ട് ഫ്ലോറിലും അതിന് മുകളിലുമുള്ള ഒരു പ്രത്യേക നിലയിൽ നിർമ്മിച്ച വീട്ടിലായിരുന്നു അവൻ പാർത്തിരുന്നത്. So his bedroom was in the first floor. അവന്റെ കിടപ്പ് മുറി ഒന്നാം നിലയിലായിരുന്നു. And Denzel Michael was watching pornography on his laptop in the privacy of his first floor bedroom. അവന്റെ ഒന്നാം നിലയിലുള്ള കിടപ്പ് മുറിയിൽ അവന്റെ ലാപ്ടോപ്പിൽ അവൻ പോർണോഗ്രഫി വാച്ച് ചെയ്യുകയായിരുന്നു. And at that time he heard some അശ്ലീല ചിത്രം, അശ്ലീല സിനിമ അവൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. And at that time he heard some footsteps, because in a duplex house there is footsteps from the ground floor to the first floor. ഒന്നാം നിലയിലേക്ക് ആരോ ചുവട് വെച്ച് കയറി വരുന്ന ശബ്ദം അത് തടി കൊണ്ട് നിർമ്മിച്ചിരുന്ന ആ നടക്കലിൽ അവന് കേൾക്കുവാൻ കഴിഞ്ഞു. He guessed it was his dear mother who was trying to come and give him a cup of coffee or a cup of milk or I don't know what. അവന്റെ അമ്മ അവന് കുടിക്കുവാൻ പാലോ ചായയോ കാപ്പിയോ അങ്ങനെ എന്തോ നൽകേണ്ടതിന് കയറി വരികയായിരുന്നു എന്ന് അവന് മനസ്സിലായി. And he tried to close that tab on his laptop because he doesn't want his mother to know that he's watching porn. അവൻ കാണുന്ന ഈ അശ്ലീലം അവന്റെ അമ്മ കാണരുത് എന്നുള്ളത് കൊണ്ട് അവൻ തന്റെ ലാപ്ടോപ്പ് ഓഫ് ചെയ്യുവാൻ തയ്യാറായി. But to make matters worse, that site will not close and his laptop froze, the screen froze.
എന്നാൽ എന്താണ് സംഭവിച്ചതെന്നറിയാമോ? അവന് ഉദ്ദേശിച്ച സമയത്ത് ആ ലാപ്ടോപ്പ് ഓഫ് ചെയ്യാൻ കഴിഞ്ഞില്ല. അത് സ്റ്റക്കായി, അത് നിശ്ചലമായി അവിടെ നിന്നുപോയി. The footsteps loudness is increasing and he is clicking in a frenzy trying to close that tab. അവൻ ആ സ്ക്രീൻ ഓഫ് ചെയ്യാൻ വേണ്ടി വളരെ തിരക്കിട്ട് പരിശ്രമിക്കുന്നു. താഴെ നിന്നും നടന്നു കയറുന്ന ശബ്ദം കൂടിക്കൂടി വന്നു. And he's a young man, and young people are very smart. Where there's a will, there's a way. So in a moment of frenzy, he smashed his laptop and he broke the laptop. അവനൊരു ചെറുപ്പക്കാരനാണല്ലോ, മനസ്സുണ്ടെങ്കിൽ വഴിയുണ്ട് എന്ന് പറയാറുണ്ട്. അവൻ നിവൃത്തിയില്ലാതെ ഒടുവിൽ അവൻ ഒറ്റ ഇടിക്ക് ലാപ്ടോപ്പ് തരിപ്പണമാക്കി. He punched it on the screen, and then mother opens the door and says, "Hey son," and then they have a normal conversation. പെട്ടെന്ന് തന്നെ അവൻ ഒറ്റ ഇടിക്ക് അതിന്റെ സ്ക്രീൻ തകർത്ത് കളഞ്ഞു. സംഗതി ഓഫായി. അമ്മ കയറി വന്നു, മകന്റെ വിശേഷം തിരക്കി. His mother is a uneducated, simple lady. അവന്റെ അമ്മയാകട്ടെ വിദ്യാഭ്യാസമൊന്നും അധികം ഇല്ലാതിരുന്ന ഒരു സഹോദരിയായിരുന്നു. She has no knowledge of Twitter and Facebook and Instagram. ഇൻസ്റ്റാഗ്രാമിനെയോ ട്വിറ്ററിനെയോ ഫേസ്ബുക്കോ ഒന്നും പരിചയമില്ലാത്ത ഒരു അമ്മ. So quickly Denzel Michael picked a picture of the laptop that he broke. അവൻ തകർത്ത ആ ലാപ്ടോപ്പിന്റെ ചിത്രം വേഗത്തിൽ ഡെൻസിൽ മൈക്കിൾ തന്റെ ഫോണിൽ പകർത്തി. And he put that picture on Twitter. അവൻ അത് ട്വിറ്ററിലിട്ടു. And he said he was particularly browsing this particular porn site, the world #1 porn site. He named that porn site and he said when I was browsing, my mother came and the screen froze and I broke the laptop, and this is the picture of the laptop. അവൻ ആ ട്വിറ്ററിൽ ഇങ്ങനെ കുറിച്ചു, എന്റെ അമ്മ കയറി വന്നപ്പോൾ ഞാൻ കണ്ടുകൊണ്ടിരുന്ന സൈറ്റ് ഇതായിരുന്നു. ആ സൈറ്റ് ഉദ്ദേശിച്ച സമയത്ത് എനിക്ക് ഓഫാക്കാൻ കഴിഞ്ഞില്ല. അത് നിമിത്തം ഞാൻ തകർത്ത ലാപ്ടോപ്പ് ആണെന്ന് പറഞ്ഞ് അവൻ അത് പരസ്യം ചെയ്തു ട്വിറ്ററിൽ. The missionary zealed officer working for this porn company, who follows every time his company is mentioned on social media, saw the post. The porn company's employee, who is associated with following every post about his company on Twitter, saw this post. ആ പ്രത്യേക അശ്ലീല സൈറ്റിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു ജോലിക്കാരൻ ഇങ്ങനെയുള്ള അവരുടെ സൈറ്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ സോഷ്യൽ മീഡിയയിൽ അപ്പോൾ ശ്രദ്ധിച്ച് വേണ്ട നിലയിൽ പ്രതികരിക്കാറുള്ള ആ ഉദ്യോഗസ്ഥർ, അവർ നിയോഗിച്ച ജോലിക്കാര് അത് കണ്ടെത്തി. And they messaged him privately. They got his address and they sent him a brand new laptop with the company sticker on the top of it so that he can continue watching porn. This is the missionary zeal of a porn company, which is literally taking young people, middle-aged people, old people watching it to hell. Such is their missionary passion. ആ പ്രത്യേക സൈറ്റിന്റെ ഉടമസ്ഥർ അവരുടെ സാധനങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഉൽപ്പന്നങ്ങൾ ആളുകളെ എത്തിക്കാനുള്ള വലിയ തീഷ്ണമായ മിഷണറി കാഴ്ചപ്പാടും എരിവും ഉണ്ടായിരുന്നത് കൊണ്ട് ഈ ചെറുപ്പക്കാരന് വേണ്ടി അവരൊരു പുതിയ ലാപ്ടോപ്പ് അവരുടെ സൈറ്റിന്റെ പേര് സഹിതം ആ ചെറുപ്പക്കാരന്റെ വീട്ടിലേക്ക് അയച്ചു കൊടുത്തു. ആ സൈറ്റിന്റെ അഥവാ ആ അശ്ലീല സൈറ്റിന്റെ അവരുടെ ദൗത്യ നിർവഹണത്തിലുള്ള ഉത്സാഹം എത്രയാണെന്ന് കാണുക. If Satan and his forces can show missionary zeal in leading souls to hell, you and I, young people who know the truth, who have the Son of God in our life, who have the Word of God in our life, who have the Spirit of God in our life, how much more should be our passion for mission, passion to obey the Great Commission. പിശാചിനും അവന്റെ സകല ശക്തികൾക്കും അവന്റെ ഉൽപ്പന്നങ്ങൾ കണ്ടിട്ട് ആളുകൾ നരകത്തിലേക്ക് പോകണമെന്ന് അത്രമാത്രം ആഗ്രഹവും അവരുടെ പ്രവൃത്തിയിൽ ഉത്സാഹവും ഉണ്ടെങ്കിൽ സത്യം തിരിച്ചറിയുന്ന ഒരു ദൈവ പൈതൽ നിത്യതയ്ക്ക് വേണ്ടി ആളുകളെ ഒരുക്കുവാൻ എത്ര അധികം ഉത്സാഹവും തീവ്രതയും തീഷ്ണതയും തങ്ങളുടെ ജീവിതത്തിൽ പ്രദർശിപ്പിക്കേണ്ടതാണ്. We all know the Great Commission which comes at the end of Matthew chapter 28. മത്തായി 28-ൽ കർത്താവ് നൽകിയ അന്ത്യകൽപ്പനയുടെ ഉപദേശം നമുക്കെല്ലാവർക്കും പരിചയമുള്ളതാണ്. Go and preach the good news to all nations. സകല ജാതികളെയും ശിഷ്യരാക്കുവാനുള്ള കർത്താവായ യേശുവിന്റെ നിയോഗമാണത്. Make them disciples. എല്ലാവരെയും ശിഷ്യരാക്കുക. At the end of Mark's gospel, every creature, every
creature must hear of the gospel of Jesus Christ. മർക്കോസിന്റെ സുവിശേഷം അവസാന അധ്യായത്തിൽ സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കണമെന്ന് പറയുന്നു. In Luke chapter 24, 47 and 48, what should be preached to everybody? Repentance and forgiveness of sins must be proclaimed in the name of Jesus to all nations. ലൂക്കോസിന്റെ സുവിശേഷം 24:28 നമ്മൾ വായിക്കുന്നത് സകല ജാതികളോടും അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരൂശലേമിൽ തുടങ്ങി സകല ജാതികളോടും പ്രസംഗിക്കണം എന്ന് കാണുന്നു. We must go to every person in Malabar, every person in your town, in your village, and not simply say, smile, Jesus loves you. You must say, repent. You are a sinner. We are all sinners. Repent from sin. And Jesus has shed his blood for you on the cross. His blood can cleanse our sin cleanse us from all our sins, and he can give us forgiveness of sins. നമ്മുടെ ദേശത്ത്, നമ്മുടെ അയൽഭാഗത്ത്, നമ്മുടെ വില്ലേജ്, നമ്മുടെ ഗ്രാമത്തിൽ, നമ്മുടെ അയൽ പ്രദേശങ്ങളിലൊക്കെയും കടന്നുപോയി യേശു നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന കേവലം ഒരു സുവിശേഷമല്ല, നമ്മൾ എല്ലാവരും പാപികളാണെന്നും മാനസാന്തരം എല്ലാവർക്കും ആവശ്യമാണെന്നും നിത്യജീവൻ പ്രാപിക്കാൻ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിക്കണമെന്നും പൂർണ്ണ സുവിശേഷം പങ്കുവെക്കുവാനുള്ള ദൈവ നിയോഗം നാം ഏറ്റെടുക്കണം. But why is it that when it comes to obeying the Great Commission, we are like the cricket batsman who gets back to the pavilion after scoring a first ball duck, slowly walking back to the pavilion? We are not like Dhoni, who comes to bat 3 balls, 4 balls, 5 balls, marching out and with his arms twitching, with his shoulders swinging. We are not like Dhoni, who comes to bat in the middle when it comes to obeying the Great Commission. We are like the batsmen who got out and we are slowly crawling back to the pavilion. We are crawling in our disobedience to the Great Commission. നമ്മൾ പക്ഷേ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹാനിയോഗത്തോട് പലപ്പോഴും പ്രതികരിക്കുന്നത് വളരെ സാവധാനതയിലാണ്. ഒന്നാമത്തെ ബോളിൽ പവലിൽ നിന്ന് ഇറങ്ങി വന്ന് ബാറ്റ് ചെയ്യാൻ വന്നിട്ട് ഒന്നാമത്തെ ബോളിൽ റൺസ് എടുക്കാതെ ഔട്ടായ കളിക്കാരൻ തന്റെ പവലിയിലേക്ക് വളരെ നിരാശയോടെ സാവധാനത്തോടെ ഇടഞ്ഞു നീങ്ങുന്നത് പോലെയാണ് പലപ്പോഴും നമ്മൾ സുവിശേഷത്തിന്റെ നിയോഗം ഏറ്റെടുക്കുന്നത്. മറിച്ച് ധോനി പകുതിയുടെ മധ്യത്തിൽ ടീമിനെ ജയിപ്പിക്കാൻ ഉത്സാഹത്തോടെ കൈ ചുഴറ്റി ആവേശത്തോടെ ബാറ്റ് ചെയ്യാൻ വരുന്നത് പോലെ അല്ല നാം പലപ്പോഴും സുവിശേഷത്തിന് വേണ്ടി ഓടുക. Why are you, sir, not passionate about obeying the Great Commission in the work of giving the gospel to those who don't know the gospel? Why are you not passionate? കർത്താവിന്റെ സുവിശേഷം അറിഞ്ഞുകൂടാത്തവരോട് സുവിശേഷം പറയുവാൻ കടന്നു പോകുന്നതിൽ നമ്മൾ എന്തുകൊണ്ടാണ് ആവശ്യത്തിന് ആവേശം ഇല്ലാതെയായി പോകുന്നത് എന്ന് നാം ചിന്തിക്കണം. One of the common answers is, I don't have a call. പലപ്പോഴും സാധാരണ ആളുകൾ പറയുന്ന ഒരു മറുപടി അതിനിതാണ്, എനിക്കൊരു വിളി ഇല്ല. If you carefully read the Bible, Genesis to Revelation, the Bible effectively says, if you have a call, Tamil word for leg, you have a call to go and preach to the lost. എന്നാൽ നിങ്ങൾക്കറിയാമോ, വിശുദ്ധ ബൈബിളിൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നമ്മൾ ഒന്ന് നേരാമണ്ണം വായിച്ചാൽ നമുക്ക് കാണുവാൻ കഴിയും, നിങ്ങൾക്ക് കാലുണ്ടെങ്കിൽ ദൈവത്തിന്റെ വിളി നിങ്ങളുടെ മേൽ ഉണ്ട് എന്ന് വിശുദ്ധ ബൈബിൾ ഉറപ്പിച്ചു പറയുന്നു. Hallelujah. Hallelujah. Let's talk to this girl called Sonali Baduria. നമുക്ക് സൊനാലി ബട്ടൂരിയ എന്ന ഒരു പെൺകുട്ടിയോട് ഒന്ന് ചോദിച്ചു നോക്കാം. I read about her in the year 2017 in India Today. 2017 ഇന്ത്യ ടുഡേയിലാണ് അവളെ കുറിച്ച് ഞാൻ ആദ്യമായി വായിച്ചത്. She had a good job with the Infosys company. ഇൻഫോസിസ് കമ്പനിയിൽ ഒരു നല്ല ജോലി അവൾക്കുണ്ടായിരുന്നു. But you know what this Sonali did? എന്നാൽ ഈ സൊനാലി എന്താ ചെയ്തതെന്ന് അറിയാമോ? She said bye bye to her Infosys job. അവളുടെ ഇൻഫോസിസ് ജോബിനോട് അവൾ ബൈ പറഞ്ഞു. And she became a full-time YouTuber. അവൾ പൂർണ്ണ സമയ യൂട്യൂബറായി അവൾ മാറി. And she danced to popular English songs, popular Hindi songs, and uploaded it onto her YouTube channel. അവൾ എന്തു ചെയ്തു? വളരെ പ്രസിദ്ധമായ
ഗാനങ്ങൾക്ക്, ഇംഗ്ലീഷ് ഗാനങ്ങൾക്ക്, ഹിന്ദി ഗാനങ്ങൾക്കൊക്കെ ചുവട് വെച്ചിട്ട് അതിന്റെ വീഡിയോ എടുത്ത് അവളുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. Soon she got 450K subscribers. വളരെ വേഗത്തിൽ അവൾക്ക് 450,000 സബ്സ്ക്രൈബേഴ്സിന് കിട്ടി. 8 million people watched her videos on YouTube. അവളെ യൂട്യൂബിൽ 8 മില്യൺ ആളുകൾ കാണുവാൻ തുടങ്ങി. So she said bye-bye to Infosys job and became a full-time YouTuber. അവള് ഇൻഫോസിസ് ജോബിനോട് ബൈ പറഞ്ഞിട്ട് പൂർണ്ണ സമയം ഈ യൂട്യൂബിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ജോലിയിലേക്ക് മാറി. If you carefully read all the doctrines of the Bible, all the main teachings of the Bible, you will have no choice. You will feel the call to passionately involve in the work of preaching the gospel in the one life you have. കർത്താവിന്റെ വചനം നമ്മൾ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയാൽ അതിന്റെ ഓരോ വരികളും അതിന്റെ പൂർണ്ണ അർത്ഥത്തിൽ ഉൾക്കൊള്ളുവാൻ നാം തയ്യാറായാൽ മറ്റെല്ലാം വിട്ടിട്ട് യേശുവിന്റെ നിയോഗം ഏറ്റെടുത്ത് സുവിശേഷം പ്രഘോഷിക്കുവാൻ നാം കടന്നു പോകും. The challenge to be passionate about the Great Commission first of all comes from the doctrine of God. ഒന്നാമതായി കർത്താവിന്റെ മഹാനിയോഗത്തോട് ഒരു തീഷ്ണത നമുക്ക് വേണമെങ്കിൽ പരിപൂർണമായും ദൈവവചനത്തിന്റെ ഉപദേശങ്ങൾ നാം അറിയുക എന്നുള്ളതാണ് പ്രധാനം. Do you have any idea which God you worship? നിങ്ങൾ ആരാധിക്കുന്ന ദൈവം ആരാണെന്നതിനെ കുറിച്ച് വേണ്ടതുപോലെ ഒരു ആശയം നിങ്ങൾക്കുണ്ടോ? Have you taken a peep into his heart? കർത്താവിന്റെ ഹൃദയത്തിലേക്ക് ഒന്ന് എത്തി നോക്കുവാൻ, ഒന്ന് ഒളിഞ്ഞു നോക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? You are so interested to know what is inside that girl's heart. It's okay, normal. But more importantly, do you know what is inside God's heart? നമുക്ക് പലപ്പോഴും ആ പെൺകുട്ടിയുടെ ഉള്ളിലുള്ളത് എന്താണെന്നറിയാൻ ഒരു വലിയ ആകാംക്ഷയും ഉത്സാഹമുണ്ട്. അത് സാധാരണമാണ്. പക്ഷേ ചോദ്യം ഇതാണ്, ദൈവത്തിന്റെ ഹൃദയത്തുടിപ്പ് എന്താണെന്ന് അറിയുവാൻ നാം ഒന്ന് ശ്രദ്ധിക്കാറുണ്ടോ? To understand what is inside the heart of God, you must go to the last verse of the book of Jonah. ദൈവത്തിന്റെ ഹൃദയത്തിലുള്ളത് എന്താണെന്ന് അറിയണമെങ്കിൽ യോനയുടെ പുസ്തകത്തിന്റെ ഒടുവിലത്തെ വാക്യത്തിലേക്ക് നാം ഒന്ന് ശ്രദ്ധിക്കണം. Jonah chapter 4 verse 11. യോനയുടെ പുസ്തകം 4:11 വാക്യം. One of the characteristics of God, and from that comes passion to obey the Great Commission. കർത്താവിന്റെ സ്വഭാവത്തിന്റെ ഒരു പ്രത്യേകത അവിടെ നമ്മൾ ദർശിക്കുന്നു. അത് കർത്താവിന്റെ മഹാനിയോഗത്തോട് നന്നായി പ്രതികരിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കും. God says to the reluctant, disobedient prophet this. ആ വിമുഖതയുള്ള ആ വിരസമായ നിലപാടുള്ള പ്രവാചകനോടുള്ള ദൈവത്തിന്റെ അരുളപ്പാട് ഇതാണ്. He said Nineveh has 1,20,000 people. ദൈവം യോനയോട് പറയുകയാണ്, 1,20,000-ലധികം ആളുകൾ നിനവയിലുണ്ട്. They don't know left hand from right hand. വലങ്കൈ ഏത് ഇടങ്കൈ ഏതെന്ന് അറിഞ്ഞുകൂടാത്ത 1,20,000 ആളുകൾ. What is God saying here? എന്താണ് ദൈവം പറയുന്നത്? They don't know what is right and what is left morally. They don't know what is right and what is wrong. അവർക്ക് ധാർമ്മികമായി വലതേത് ഇടതേത്, അതായത് ശരിയേത് തെറ്റേത് എന്ന് അറിഞ്ഞുകൂടാത്ത അവസ്ഥയിലെന്ന് ദൈവം പറയുകയാണ്. A minor girl is being raped and they are clapping. These people are clapping. They are morally confused. They have become morally blind. ഒരു ചെറിയ പെൺകുട്ടി പീഡിപ്പിക്കപ്പെടുമ്പോൾ അവരതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. കാരണം അത് തെറ്റാണെന്ന് തിരിച്ചറിവ് പോലും ഈ പറഞ്ഞ ആളുകൾക്കില്ല. The people of Nineveh don't know what is right, what is wrong, what is sin and what is not a sin. നിനവയിലെ ആളുകൾക്ക് ശരിയേത് തെറ്റേത് വലതും ഇടതും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു വല്ലാത്ത ദുരവസ്ഥയിലാണ്. And there are 120,000 people like that. അങ്ങനെയുള്ള 1,20,000 ആളുകൾ അവിടെ ഉണ്ട്. I am concerned about them. അവരെ കുറിച്ച് ഞാൻ കരുതലുള്ളവരെന്ന് ദൈവം My heart പറയുന്നു. pains about them. അവരെ കുറിച്ച് എന്റെ ഹൃദയം വേദനിക്കുന്നുവെന്ന് ദൈവം പറയുന്നു. Do you know that the population of India is 10,000 times bigger than Nineveh? നിനവയേക്കാൾ 10,000 മടങ്ങ് വലുതാണ് ഇന്ത്യയുടെ പോപ്പുലേഷൻ എന്ന് നിങ്ങൾക്കറിയാമോ? I want to repeat it again. Do you know the population of India is at least 10,000 times greater than Nineveh? നിനവെ പട്ടണത്തിലുള്ള ജനത്തെക്കാൾ 10,000 മടങ്ങ് അധികമാണ് നമ്മുടെ ഭാരതത്തിലെ ജനത്തിന്റെ എണ്ണമെന്ന് നമുക്കറിയാമോ? When
God sees Indians don't know what is right and what is wrong, when God sees morally confused Indians, how much more pained, 10,000 times more pained will his heart be? Will his heart be? Don't you realize it, young people? ശ്രദ്ധിക്കൂ പ്രിയമുള്ളവരെ, നിനിവെ പട്ടണത്തിലെ 1,20,000 ആളുകളോട് ഹൃദയവേദനപ്പെട്ട ദൈവത്തിന് നമ്മുടെ രാജ്യത്തെ അവരെക്കാൾ 10,000 മടങ്ങുള്ള ജനതയെ കുറിച്ച് 10,000 മടങ്ങ് വേദന അവന്റെ ഹൃദയത്തിൽ ഉണ്ട് എന്ന് അറിയുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? If you have an understanding of that pain, at least 1%, at least 2%, at least 3%, at least a fraction of 1%, if you can get that pain of God, you will be a missionary. You will be passionate for souls in the one life you have. പ്രിയമുള്ളവരെ, ആ ദൈവത്തിന്റെ വേദനയുടെ 2%, 1%, ഒരു ചെറിയ ഭാഗമെങ്കിലും നമുക്ക് അല്പമെങ്കിലും തിരിച്ചറിയുവാൻ അവസരമുണ്ടായാൽ ദൈവത്തിന്റെ ഹൃദയത്തിന്റെ തുടിപ്പ് അറിഞ്ഞ് അവന്റെ വേലയിൽ ഉത്സാഹത്തോടെ ഓടുവാൻ നാം എത്രയധികം തയ്യാറായേനെ. Instead of feeling the pain of God, Jonah was full of the plant that he was obsessed with, the plant that gave him shade. യോന ദൈവത്തിന്റെ ഹൃദയത്തിന്റെ വേദന ഒന്നും തിരിച്ചറിയാതെ അവന് തണല് കൊടുത്ത ആ ചെറിയ ചെടിയുടെ താഴെ അവൻ എല്ലാം ആ തണലെന്ന് എല്ലാം തനിക്ക് തണല് കൊടുത്ത ആ ചെറിയ ചെടിയെന്ന് മാത്രം ചിന്തിച്ച് സ്വസ്ഥമായി ഇരിക്കാൻ ആഗ്രഹിച്ചു. What is inside Jonah's heart? യോനയുടെ ഹൃദയത്തിൽ എന്തായിരുന്നു? The plant that gave me shade is now dead. His heart is full of the perishing plant. അവന് തണല് കൊടുത്ത ആ ചെറിയ ചെടി ഒരു പുഴു വെട്ടിക്കളഞ്ഞതിന്റെ ദുഃഖത്തിൽ യോന ഇങ്ങനെ ആകുലപ്പെടുകയാണ്. And our heart many times is also full of the perishing plant. The perishing plant of not able to go to America. Perishing plant of not able to become rich and earn 70,000, 1 lakh job. Our heart is full of such worries. Why I am not become rich? Why I am not gone to Gulf? Why I am not gone to America? Why? And our heart is full of such perishing plants. നമ്മളും പലപ്പോഴും നശിച്ചു പോകുന്ന ചെടികളെ കുറിച്ചാണ് ആകുലരായിരിക്കുന്നത്. നടിച്ചു പോകുന്ന ആത്മാക്കളെ കുറിച്ചല്ല. നശിച്ചു പോകുന്ന ചെടികൾക്ക് ഗൾഫിൽ പോകാൻ കഴിയുന്നില്ല, അമേരിക്കയ്ക്ക് പോകാൻ കഴിയുന്നില്ല, പണം സമ്പാദിക്കാൻ കഴിയുന്നില്ല, ഭൗതികമായ നേട്ടങ്ങൾക്ക് നമുക്ക് ലഭിക്കാതെ വരുമ്പോൾ അതിനെ കുറിച്ച് ഓർത്തുള്ള വേവലാതി മാത്രമേ നമുക്കുള്ളൂ. മറിച്ച് നശിച്ചു പോകുന്ന ആത്മാക്കളെ കുറിച്ച് ഭാരമില്ല. But inside God's heart was not the perishing plant, but the perishing planet. ദൈവത്തിന്റെ ഹൃദയം ശ്രദ്ധിക്കൂ, നശിച്ചു പോകുന്ന ചെടികളെ കുറിച്ചല്ല അവന്റെ ഹൃദയം വേദനിക്കുന്നത്, നശിച്ചു പോകുന്ന ഭൂലോകത്തെ കുറിച്ച് ദൈവം വേദനിക്കുന്നു. Hallelujah! Hallelujah! Inside God's heart was not the perishing plant, but the perishing planet, perishing Malabar. നശിച്ചു പോകുന്ന ചെടികളെ കുറിച്ചല്ല ദൈവത്തിന്റെ ആകുലത, ദൈവത്തിന്റെ ഹൃദയവേദന നശിച്ചു പോകുന്ന ജനത്തെ കുറിച്ചാണ്, നശിച്ചു പോകുന്ന ആത്മാക്കളെ കുറിച്ചാണ്. Do you know what is the ultimate goal of the Christian life? ക്രിസ്തീയ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്താണെന്ന് അറിയാമോ? The first goal is to know God. ഒന്നാമത്തെ ലക്ഷ്യം ദൈവത്തെ അറിയുക എന്നതാണ്. Second goal is to make him known. ദൈവത്തെ അറിയിക്കുക എന്നതാണ് രണ്ടാമത്തെ ലക്ഷ്യം. If you even begin to know God, you will know your God, my God, is a missionary God. നമ്മുടെ ദൈവത്തെ കുറിച്ച് അറിയുവാൻ നാം ആദ്യം ശ്രമിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്ന ഒരു യാഥാർത്ഥ്യം, നമ്മുടെ ദൈവം ഒരു മിഷണറി ദൈവമാണ്. അവൻ ദൗത്യം നിർവഹിക്കുന്ന ദൈവമാണ്. That's enough for me to run to the last man in Malabar, last man in India, last man in the world and tell him about Jesus. I don't need any other reason, because my life's goal is to know God. And when I know God, I understand He's a missionary God, lost souls loving God. നശിച്ചു പോകുന്ന ആത്മാക്കളെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ച്, ദൗത്യം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ച് ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങുമ്പോൾ മലബാറിൽ ഒരു വ്യക്തി പോലും സുവിശേഷം കേൾക്കാത്തവരായി ഇല്ലാതെ വരുവോളം ഞാൻ എന്റെ ദൈവത്തിന്റെ സുവിശേഷം അറിയിക്കുവാൻ ഓടും. Are you listening to the missionary call that comes from the doctrine of God? ദൈവത്തിന്റെ ഉപദേശത്തിലെ അതിപ്രധാനമായ സുവിശേഷീകരണം എന്ന അതിശക്തമായ ഉപദേശത്തെ നാം ശ്രദ്ധിച്ചിട്ടുണ്ടോ? Another doctrine we have is the doctrine of the Bible. ബൈബിളിന്റെ ഉപദേശം.
2 Timothy 3:16, we just read it. Genesis to Revelation, it is God's word. അതെ, നമ്മൾ വായിച്ചു കഴിഞ്ഞു രാവിലെ വൈകുന്നേരത്തെ സെഷനിൽ. അവിടെ നമ്മൾ വായിക്കുന്ന വാക്യം ഇതാണ്: സകല തിരുവെഴുത്തും, എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാണ്. Have you heard the missionary call from Genesis? ഉൽപ്പത്തിയിൽ ദൈവത്തിന്റെ മിഷണറി വിളി അല്ലെങ്കിൽ ദൗത്യ നിർവഹണത്തിലുള്ള വിളി നമ്മൾ ശ്രദ്ധിച്ചോ? Have you read Genesis 4:9? ഉൽപ്പത്തി പുസ്തകം 4:9 നാം ശ്രദ്ധിച്ചിട്ടുണ്ടോ? Have you heard God speaking to Cain? കയീനോട് ദൈവം പറയുന്ന വാക്ക്, Where is your brother? നിന്റെ സഹോദരനായ ഹാബേൽ എവിടെ? ദൈവം Where is ചോദിക്കുന്നു. Abel? നിന്റെ സഹോദരൻ ഏബൽ, ആബേൽ എവിടെ? Do you know what Cain responded? കയീന്റെ പ്രതികരണം എന്തായിരുന്നു എന്നറിയാമോ? Am I my brother's keeper? ഞാൻ എന്റെ സഹോദരന്റെ കാവൽക്കാരനാണോ? The implication is, yes, you are your brother's keeper. ദൈവം അതിൽ പറഞ്ഞതിന്റെ അർത്ഥം വ്യക്തമാണ്. നീ നിന്റെ സഹോദരന്റെ കാവൽക്കാരൻ തന്നെയാണ്. All Indians are your brothers and sisters. ഇന്ത്യയിലെ സകലരും നിന്റെ സഹോദരന്മാരും സഹോദരിമാരുമാണ്. If all Indians are your brothers and sisters, എല്ലാ ഇന്ത്യക്കാരും നമ്മുടെ സഹോദരി സഹോദരന്മാരെങ്കിൽ, God's question to you when you study His word from the very first book of Bible is, where is your brother? Where is your brother? Where are your brothers and sisters living in Wayanad? നീ വിശുദ്ധ ബൈബിൾ വായിച്ചു തുടങ്ങുമ്പോൾ ആദ്യ അധ്യായങ്ങളിൽ തന്നെ ദൈവം ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം ഇതാണ്: നിന്റെ സഹോദരൻ, നിന്റെ സഹോദരി എവിടെ? കാരണം എല്ലാവരും നമ്മുടെ സഹോദരി സഹോദരന്മാരാണ്. Dare to reply with cold-heartedness. And Reverend Dr. V.T. Abraham was talking about this cold-heartedness. Will you dare to reply like with the cold-heartedness of a Cain? No, we cannot be cold-hearted like Cain. You should say, Lord, I am my brother's keeper. I will run to him and tell him about Jesus. Because if he doesn't know about Jesus, he will go to hell. അതേ, കർത്താവിന്റെ ദാസൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ദൈവത്തിന്റെ ആ ചോദ്യത്തിന് നമുക്കൊരു തണുപ്പൻ മറുപടി പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയുമോ? ഒരിക്കലുമില്ല. ദൈവത്തിന്റെ ആ ചോദ്യത്തിന് നമ്മൾ പറയേണ്ട ഉത്തരം, കർത്താവേ, ഞാൻ എന്റെ സഹോദരന്റെ കാവൽക്കാരൻ തന്നെയാണ്. അങ്ങയുടെ നാമത്തിന് വേണ്ടി ഈ ദേശത്ത് അവിടുത്തെ സുവിശേഷവുമായി ഞാൻ കടന്നു പോകും. അത് നമ്മുടെ പ്രതികരണമായിരിക്കട്ടെ. Hallelujah. Hallelujah. Hearing the missionary call for you from Genesis. ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ നമുക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ ദൗത്യ നിർവഹണത്തിനുള്ള വിളി കേൾക്കുവാൻ കഴിയുന്നുണ്ടോ? We can go through like this all the 66 books of the Bible, but we don't have time. നമുക്ക് സമയത്തിന്റെ പരിമിതിയുണ്ട്. 66 പുസ്തകങ്ങളിലും ആ വിധം നമുക്ക് ആ ചോദ്യം, ആ നിയോഗം ഏറ്റെടുക്കുവാൻ Come കഴിയും. to the book of Revelation. വെളിപ്പാട് പുസ്തകത്തിലേക്ക് ഒന്ന് വന്നാൽ, Revelation 22 and verse 17, one of the last few verses in the Bible. വിശുദ്ധ ബൈബിളിലെ അവസാനത്തെ വാചകങ്ങൾ കാണുന്ന വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 17 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ, Revelation 22 and verse 17 says, 17-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു: the Spirit and the bride say, come. വരിക എന്ന ആത്മാവും മണവാട്ടിയും പറയുന്നു. You know, God has revealed so many things about the future, and in the last few sentences it is a summary of everything. So it is actually it is a closing comments of the book. വെളിപ്പാട് പുസ്തകത്തിൽ ദൈവം ഒരുപാട് കാര്യങ്ങൾ വരുവാൻ പോകുന്നത് ദാസനോട് വെളിപ്പെടുത്തി ഒടുവിൽ അതിനെ എല്ലാം രത്ന ചുരുക്കമായി പറയുന്ന സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് വളരെ വ്യക്തമായി എഴുതുന്ന ചില സന്ദേശങ്ങളാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. So Jesus is coming. യേശു വരാൻ പോകുന്നു. There is heaven and hell. നരകവും സ്വർഗ്ഗവും ഉണ്ട്. Hell is a place of torment. No, and there is the torment doesn't stop. നരകത്തിന്റെ അവസ്ഥ അന്തമില്ലാത്ത വലിയ യാതനയാണ്, വലിയ കഷ്ടതയാണ്. So what should you do? നിങ്ങൾ എന്ത് ചെയ്യും? You should say, come. നിങ്ങൾ ചെയ്യേണ്ടത് ദൈവത്തിന്റെ വിളി കേട്ട് വരിക എന്നുള്ളതാണ്. You are the bride that says, come. നീ മണവാട്ടിയാണ്, വരിക എന്നുള്ള ദൈവശബ്ദം കേൾക്കേണ്ടവളാണ്. Because you are part of the local church, you are the bride of Christ. കാരണം നിങ്ങൾ ഒരു സഭയുടെ ഭാഗമാകുമ്പോൾ നിങ്ങൾ മണവാട്ടിയാണ്, യേശുവിന്റെ മണവാട്ടി. So because you are part of the church, you are the bride of Christ. നിങ്ങൾ ഒരു സഭയുടെ ഭാഗമാകുന്നു എന്നതുകൊണ്ട് തന്നെ നിങ്ങൾ യേശുവിന്റെ മണവാട്ടിയാണ്. What is your one word gospel? ഒറ്റ വാക്കിലുള്ള നമ്മുടെ സുവിശേഷം എന്താണ്? Come. വരിക. Jesus says, come. യേശു വിളിക്കുന്നു, വരിക. You have committed the unprintable sin, you come. Jesus will forgive you.
നിങ്ങൾ വരിക, യേശു നിന്നോട് ക്ഷമിക്കും ഏതു വലിയ പാപമാണെങ്കിലും. You may be the worst person in the whole world. Jesus says, come. That is the gospel. Come. നിങ്ങളാണ് ആദ്യത്തെ വ്യക്തിയെങ്കിലും യേശു പറയുകയാണ് നിങ്ങൾ വരിക. ദൈവത്തിന്റെ വിളിയാണത്. And you don't say come with your own power. നിങ്ങൾ പറയണം നിങ്ങളുടെ ശക്തിയോടുകൂടി വരിക എന്നല്ല. You don't say come with your own power. You don't say come staying alone. You say come joining the Holy Spirit. The Bible says the Spirit and the bride say come. നമ്മുടെ ശക്തി കൊണ്ടല്ല, ആത്മാവും മണവാട്ടിയും ഒരുമിച്ച് നാം പരിശുദ്ധാത്മാവിനോട് ചേർന്നാണ് വരിക എന്ന് പറയുന്നത്. Which means the Holy Spirit will give you power. അത് പറയുവാൻ പരിശുദ്ധ ആത്മാവ് നമുക്ക് ശക്തി തരുമെന്നാണ് And ഇതിന്റെ you അർത്ഥം. go to every person in Malabar. മലബാറിലുള്ള ഓരോ വ്യക്തിയുടെയും അടുക്കൽ പോയി നാം പറയേണ്ടത് ആ And ശക്തിയിലാണ്. give one word gospel, come. Jesus is inviting, come. You may belong to any religion. Your background may be anything. You come. സുവിശേഷം ഒറ്റ വാക്കിൽ പറയുന്നുവെങ്കിൽ നിങ്ങളുടെ പാരമ്പര്യം ഏതുമാകട്ടെ, നിങ്ങളുടെ സാഹചര്യം ഏതുമാകട്ടെ, യേശു വിളിക്കുന്നു വരിക. ഇതാണ് ഒറ്റ വാക്കിൽ പറയാൻ കഴിയുന്ന സുവിശേഷം. അത് നാം ചെയ്യണം. Have you heard the missionary call from every book of the Bible, Genesis to Revelation? Have you heard the missionary call? Are you passionate about obeying the missionary call tonight? ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ വചനം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ആവർത്തിച്ച് നമ്മളോട് പറയുന്ന ദൗത്യ നിർവഹണത്തിനുള്ള ആ ദൈവിക വിളിയുടെ ശബ്ദം ഈ രാത്രിയിൽ എത്ര പേർ കേട്ടെടുക്കാൻ കഴിയുന്നുണ്ട്? അതിനോട് പ്രതികരിക്കുവാൻ നാം തയ്യാറാവുക. The missionary call from the doctrine of God. ദൈവത്തിന്റെ ഉപദേശ സത്യങ്ങളിൽ വെളിപ്പെട്ടിരിക്കുന്ന ദൗത്യ നിർവഹണത്തിലുള്ള വിളി. Call from the doctrine of the Bible. ബൈബിളിന്റെ ഉപദേശത്തിൽ വെളിപ്പെട്ടിരിക്കുന്ന ദൈവവേലയ്ക്കുള്ള വിളി. Thirdly, missionary call from demons. പിശാചിൽ നിന്നും ദൈവിക ദൗത്യ നിർവഹണത്തിന്റെ വിളി വരുന്നുണ്ട്. Revelation chapter 12 and verse 12. വെളിപ്പാട് പുസ്തകം 12-12 വാക്യം. The Bible says there, അവിടെ ബൈബിൾ പറയുന്നത് ഇങ്ങനെയാണ്. the devil has come down with great fury. അവിടെ വായിക്കുന്നു, ആകയാൽ സ്വർഗ്ഗവും അതിൽ വസിക്കുന്നവരുമായുള്ളവരെ ആനന്ദിപ്പീൻ, ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം, പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞ് മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു. What is the devil's WhatsApp status? എന്താണ് ഡെവിളിന്റെ പിശാചിന്റെ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് എന്നാണ്? If he has WhatsApp and if his status is, he says, I am in great fury. അതെ, പിശാചിന് ഒരു വാട്സപ്പ് ഉണ്ടായിരുന്നെങ്കിൽ അവന്റെ സ്റ്റാറ്റസിൽ അവൻ ഇടാൻ സാധ്യതയുള്ള വാചകം എന്താണെന്നറിയാമോ? മഹാക്രോധത്തോടെ എന്റെ കടമ ചെയ്യാൻ ഞാൻ വരുന്നു. വലിയ മഹാക്രോധത്തോടെ വരുന്നു. Because my time is short. കാരണം പിശാച് പറയുക, എന്റെ സമയം ഇനി കുറച്ച് നാളത്തേക്കേ ഉള്ളൂ. Why is your time short, devil? പിശാചേ, നിന്റെ സമയം എന്താ ഇത്ര ചുരുക്കമായത്? Let's talk to the devil. Why is your time short, devil? പിശാചേ, എന്താ ഈ സമയം നിനക്ക് ഇത്ര ചുരുക്കമായത്? Because when Jesus comes back the second time, കാരണം യേശു ഇനി മടങ്ങി വരുമ്പോൾ he's going to put a full stop to me and my forces once for all and send me to hell. എന്നെയും എന്റെ സകല കൂട്ടരുടെയും പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ വിരാമമിട്ട് ഞങ്ങളെ നരകത്തിലേക്ക് യേശു തള്ളിക്കളയും. Colossians 2:14-15, he stripped me naked in the cross, but I'm still running around the earth, roaring lion, deceiving people. Now I'm running around naked, but when he comes back the second time, he's going to put me in hell and I cannot escape from hell ever. അതേ, കൊളോസ്യ ലേഖനം 2:12 വായിക്കുന്നത് പോലെ യേശു കർത്താവ് ക്രൂശിൽ എന്റെ ആയുധങ്ങൾ പിടിച്ചു പറിച്ച് എന്നെ പരസ്യ കോലമാക്കി. എന്നാലും ഞാൻ ഈ ഭൂമിയിൽ എന്റെ കടമയൊക്കെ ചെയ്തുകൊണ്ട് ഊടാടി നടക്കുക. പക്ഷേ ഇനി അവൻ വരുമ്പോൾ എന്നെ പൂർണ്ണമായും നരകത്തിൽ തള്ളിക്കളയും. അതുകൊണ്ട് എനിക്ക് അല്പസമയമേ ഉള്ളൂ. After he comes back, I cannot do anything. So now I have to run behind souls and take them with me to hell. യേശു മടങ്ങി വരുമ്പോൾ എനിക്കിനി ഒന്നിനും കഴിയത്തില്ല. അവൻ വരുന്നതിന് മുമ്പ് കഴിയുന്നിടത്തോളം ആളുകളെ പിടിച്ച് നരകത്തിൽ കൊണ്ടുപോകണം എന്ന് പിശാച് പദ്ധതി എടുക്കുകയാണ്. അവൻ കൂടുതൽ വേഗത്തിൽ ഓടുകയാണ്. I cannot procrastinate. എനിക്ക് കാര്യങ്ങൾ നീട്ടിവെക്കാൻ കഴിയില്ല. Are you getting inspiration from the devil? പിശാചിന്റെ ഈ പ്രവൃത്തി കാണുമ്പോഴെങ്കിലും നമുക്കൊരു ഉത്സാഹം വരുന്നുണ്ടോ? Inspiration. He is taking people to hell. So what are you doing? Because the same thing is true for you. Jesus is coming back, which means because he's coming back soon,
And after Jesus comes back, no chance for salvation for anybody. So now you have to run to the last man in Malabar, last person in India, and tell them about Jesus. തനിക്കിന് സമയമില്ലെന്നറിഞ്ഞ് അവൻ ഉള്ള സമയത്ത് വളരെ വേഗം അവന്റെ പണി ചെയ്യുന്നെങ്കിൽ, പ്രിയമുള്ളവരെ, യേശുവിന്റെ മടങ്ങി വരവിന് ശേഷം ഒരു വ്യക്തിയെ പോലും നേടാൻ നമുക്ക് കഴിയില്ല. ലഭിക്കുന്ന സമയത്ത് അവന് വേണ്ടി ഓടുവാൻ നമുക്കിടയായി തീരട്ടെ. WhatsApp can wait, Instagram can wait, Facebook can wait, but obedience to the Great Commission cannot wait. We cannot procrastinate. വാട്സാപ്പിന് നമുക്ക് താൽക്കാലികമായി മാറ്റിവെക്കാം, ഇൻസ്റ്റഗ്രാം മാറ്റിവെക്കാം, ഫേസ്ബുക്ക് മാറ്റിവെക്കാം. പക്ഷെ ദൈവത്തിന്റെ നിയോഗത്തിന് വേണ്ടിയുള്ള ആഹ്വാനത്തെ മാറ്റിവെക്കാൻ കഴിയില്ല. അത് നാളെ ആകട്ടെ എന്ന് പറയുവാൻ നമുക്ക് സാധ്യമല്ല. Hallelujah. Hallelujah. The missionary call from the doctrine of God. ദൈവത്തിന്റെ ഉപദേശത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ദൈവനിയോഗത്തിന്റെ ആഹ്വാനം. Missionary call from the doctrine of the Bible. ബൈബിളിന്റെ ഉപദേശ സത്യങ്ങളിൽ നിന്നുള്ള ദൈവനിയോഗത്തിന്റെ ആഹ്വാനം. Missionary call from the doctrine of demons. പിശാചിന്റെ പ്രവർത്തന പദ്ധതിയിൽ നിന്നും ഉൾക്കൊള്ളേണ്ട ദൈവവേലയ്ക്കുള്ള നിയോഗം. Fourthly, missionary call from the doctrine of angels. ദൂതന്മാരുടെ ഉപദേശത്തിൽ നിന്നും വെളിപ്പെടുന്ന ദൈവവേലയ്ക്കുള്ള നിയോഗം. Here was a godly man. ഒരു ദൈവ പുരുഷനുണ്ടായിരുന്നു. He was a seeker of truth. സത്യം അന്വേഷിക്കുന്നവനായിരുന്നു അയാൾ. One day at the 9th hour of the day, ഒരു ദിവസം 9-ാം മണി നേരമായപ്പോൾ he saw an angel of God. അവൻ ഒരു ദൂതനെ കാണുകയാണ്. And he told him, ദൂതനോട് പറഞ്ഞു, Cornelius. ദൂതൻ അവനോട് പറഞ്ഞു, കൊർന്നേലിയസേ. And he kept on looking at Cornelius. കൊർന്നേലിയസിനെ ആ ദൂതൻ നന്നായി നിരീക്ഷിച്ചു. And Cornelius is very scared, alarmed. കൊർന്നേലിയസ് വളരെ ഭയചകിതനായി. He is confused. അവൻ ആകെ He ആശയക്കുഴപ്പത്തിലാണ്. doesn't know the full truth. സത്യത്തിന്റെ പൂർണ്ണത അവൻ അറിഞ്ഞുകൂടാ. Angel came before him. അവന്റെ മുമ്പിൽ ദൂതൻ വെളിപ്പെട്ടു. But he says, what is it, Lord? He thinks God has come. അവൻ വിചാരിച്ചു ദൈവമാണ് വന്നതെന്ന് കരുതി. And then the angel said, ദൂതൻ പറഞ്ഞു, in effect he said, പറഞ്ഞതിന്റെ രത്നചുരുക്കം ഇതാണ്: send two of your servants. Send two of your servants and a devout soldier, and you send them to Joppa. And there you will meet Simon called Peter. ദൂതൻ അവനോട് പറയുകയാണ്, നീ നിന്റെ കൂടെയുള്ള ചില ആളുകളെ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസിനെ നീ വിളിച്ചുകൊണ്ട് വരിക. Do you know something very interesting here? ഇവിടെ വളരെ രസകരമായ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? As you read this in Acts chapter 10, 3-6, അപ്പോസ്തലപ്രവൃത്തി 10:3 മുതൽ 6 വരെ വായിച്ചാൽ, angel gives the address of Peter who will give the gospel to Cornelius, but angel doesn't give gospel to Cornelius. ശ്രദ്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കണം, ദൈവത്തിന്റെ ദൂതൻ സുവിശേഷം കൊർന്നേലിയോസിനോട് പറയാൻ കഴിവുള്ള പത്രോസിന്റെ വീടിന്റെ അഡ്രസ് പറഞ്ഞു കൊടുത്തു. പക്ഷേ ദൂതൻ കൊർന്നേലിയോസിനോട് സുവിശേഷം പറഞ്ഞില്ല. So what is the doctrine of angels? അപ്പോൾ ഈ ദൂതന്മാരുടെ ഉപദേശം നമുക്ക് തരുന്ന ദൂതെന്താണ്? You and I have a privilege which the angels don't have. What is the privilege? To proclaim Jesus to the last man in Malabar, to the last man in India, to the last man in the world. Angels don't have that privilege. കരങ്ങളെ ഉയർത്തി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ദൂതന്മാർക്ക് പറയാൻ അവസരമില്ലാത്ത ഈ മഹത്തരമായ സുവിശേഷം മലബാറിലെ ഒരു വ്യക്തി പോലും അവശേഷിക്കാതെ ആകുന്നവരെ ദേശത്തോട് വിളിച്ചു പറയാനുള്ള ഒരു വലിയ പദവി ദൈവദാസന്മാരെ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നു. Are you hearing that missionary call from angels? ദൂതന്മാര് പറഞ്ഞ ആ മിഷണറിയുടെ അല്ലെങ്കിൽ ആ ദൗത്യ നിർവഹണ സന്ദേശം നമുക്ക് ഏറ്റെടുക്കാൻ കഴിയുന്നു. Missionary call from the doctrine of man. അതെ. Next, the doctrine of man. അടുത്തത് മനുഷ്യന്റെ ഉപദേശത്തിൽ വെളിപ്പെടുന്ന സുവിശേഷത്തിന്റെ ദൗത്യ നിർവഹണ സന്ദേശം. The Bible not only says God created man, but the Bible describes what God put inside a man. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച വിധം പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ദൈവം പറയുന്നു മനുഷ്യന്റെ ഉള്ളിൽ അവൻ ആക്കി വെച്ചത് എന്ത് എന്ന് പറയുകയാണ്. The Bible says God put in him a sense of eternity. അവന്റെ ഉള്ളിൽ നിത്യത ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നുവെന്ന് ബൈബിൾ പറയുന്നു. Ecclesiastes chapter 3 verse 11. സഭാപ്രസംഗി 3:11 നാം അത് കാണുന്നു. This is the main doctrine, or the main thing the Bible teaches about the doctrine of man. Inside man there is a sense of eternity. Eternity is inside people's heart, inside man's heart.
സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ കാണുന്ന വാചകത്തിൽ നാം ഇങ്ങനെ കാണുന്നു, ദൈവം മനുഷ്യനെ അവന്റെ ഉള്ളിൽ നിത്യത വെച്ചിരിക്കുന്നു. മനുഷ്യന്റെ ഉള്ളിൽ ദൈവം നിത്യത ഒളിപ്പിച്ചിരിക്കുന്നു. You know, this man became the man of the year for at the end of this year, at the start of this year, according to the Week magazine. വീക്ക് മാഗസിന്റെ അടിസ്ഥാനത്തിൽ ഈ മനുഷ്യൻ, ഈ ഫോട്ടോയിൽ കാണുന്ന മനുഷ്യൻ വർഷത്തിലെ മനുഷ്യൻ, അല്ലെങ്കിൽ ഈ വർഷത്തിൽ ഉടനീളമുള്ള ഇയർ ഓഫ് ദി മാൻ എന്നുള്ള ആ പ്രത്യേക man of the year എന്ന who is this man? ആരാണ് ആ മനുഷ്യൻ? Mr. Somnath. Mr. Somnath. Yes, the man who sent that satellite and which landed safely in the moon. ചന്ദ്രനിലേക്ക് ഉപഗ്രഹത്തെ വിക്ഷേപിക്കുവാൻ നേതൃത്വം നൽകിയ വ്യക്തിയാണ്. The Chandrayaan 3. ചന്ദ്രയാൻ 3ന്റെ വിക്ഷേപണത്തിന്റെ പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ്. Here is one highlighted statement about him. അദ്ദേഹത്തെ കുറിച്ച് വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പ്രയോഗമുണ്ട്. I am reading it from the Week magazine. വീക്ക് മാഗസിനിൽ നിന്നും വായിക്കുകയാണത്. Somnath's visit to the Bhadrakali temple after Chandrayaan 3 success raised a few eyebrows. അദ്ദേഹം ഈ സോമനാഥ് എന്ന് പറയുന്ന ആ ഈസാറോയുടെ ചെയർമാൻ വിക്ഷേപണത്തിന് ശേഷം ഒരു വലിയ അമ്പലത്തിൽ പോയി വിസിറ്റ് ചെയ്ത ആളുകളെല്ലാം ആശ്ചര്യപ്പെടുത്തി. But he considers exploring the inner space as important as exploring the outer space. എന്നാൽ പക്ഷേ അയാൾ ബഹിരാകാശത്തെ കുറിച്ച് പരിവേഷണം നടത്തുമ്പോൾ തന്നെ മനുഷ്യന്റെ ഉള്ളിലുള്ള ആ വലിയ വിശാലമായ ആന്തരിക സ്ഥലത്തെ കുറിച്ചുള്ള അന്വേഷണത്തിലാണ് അയാൾ എന്ന് അവർ പറയുകയാണ്. He gave leadership to an Indian machine to land safely in the moon so many miles away, and he's a champion in discovering outer space. But then he discovered he has an inner space and there's a vacuum inside. To fill that vacuum, he visits a holy place, and he believes that can give him fulfillment, or that can fill that emptiness in his inner space. അയാൾ മൈലുകൾക്കപ്പുറമുള്ള ചന്ദ്രന്റെ ഉപരിതലത്തിലേക്ക് ഒരു സാറ്റലൈറ്റ് വിക്ഷേപിച്ചുകൊണ്ട് ആ സ്ഥലത്തെ കുറിച്ച് പഠനം നടത്തുമ്പോൾ തന്നെ ആ മനുഷ്യന്റെ ഉള്ളിലെ ഒരു ശൂന്യമായ പ്രതലത്തിലേക്ക് ഒരു അന്വേഷണം നടത്തിക്കൊണ്ട് ഒരു ആത്മസാക്ഷാത്കാരത്തിന് അയാൾ ഒരു അമ്പലത്തിൽ പോയി അവിടെ അത് ലഭിക്കുമെന്ന് ചിന്തിച്ചു. Ecclesiastes 3:11 says God has placed eternity in every heart. സഭാപ്രസംഗി 3-ാം അധ്യായത്തിൽ വചനം പറയുന്നു, മനുഷ്യന്റെ ഹൃദയത്തിൽ ദൈവം ഒരു നിത്യത ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു. And John 10:10 says only Jesus can fill that heart which is seeking for something missing, because there is eternity inside. It's seeking for fulfillment. Only Jesus can fill that emptiness inside the heart. That is what John 10:10 says. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യം വായിച്ചാൽ നമുക്ക് കാണുവാൻ കഴിയും, മനുഷ്യന്റെ ഉള്ളിലെ ആ ശൂന്യമാകുന്ന അനുഭവത്തെ അതിനെ നിറയ്ക്കുവാൻ കഴിവുള്ള ഒരേ ഒരു വ്യക്തി ജീവന്റെ സമൃദ്ധിയായ ജീവന്റെ ഉറവിടമായ യേശുക്രിസ്തു മാത്രമാകുന്നു. Every man in Malabar has eternity in his heart. മലബാറിലെ സകല മനുഷ്യരുടെ ഹൃദയത്തിൽ ആ ശൂന്യതയുണ്ട്, ദൈവത്തിന് മാത്രം നികത്തുവാൻ കഴിയുന്ന ആ ശൂന്യത. And in this desperation he is running here, running there, but you know the solution. You know what can fill the vacuum in his heart. You know that means you must go, you must be passionate, you must obey the great commission in the one life you have. മനുഷ്യന്റെ ഹൃദയത്തിലെ ആ ശൂന്യത നികത്തുവാൻ അവന്റെ അറിവില്ലായ്മയിൽ അവിടെയും ഇവിടെയും അവൻ ഓടി അലയുമ്പോൾ അവരുടെ ഹൃദയത്തിന്റെ ആ ശൂന്യത നികത്താനുള്ള പോംവഴി നല്ലവണ്ണം അറിയുന്ന ഒരേ ഒരു കൂട്ടരെ നാമാണ്. അത് യേശുവിന് മാത്രമേ കഴിയൂ. അത് പങ്കുവെക്കുവാനുള്ള നിയോഗം നാം ഏറ്റെടുക്കണം. I can skip few doctrines and I go to the final challenge from the final doctrine. 1-2 ഉപദേശ സത്യങ്ങൾ തൽക്കാലത്തേക്ക് ഒന്ന് മാറ്റിവെച്ച് അതിന്റെ ഒടുവിലത്തെ പ്രധാനപ്പെട്ട ഒരു ചിന്തയിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. The missionary call from hell, the doctrine of hell. നരകത്തിന്റെ ഉപദേശത്തിൽ വെളിപ്പെട്ടിരിക്കുന്ന ദൗത്യ നിർവഹണ വിളിയുടെ സന്ദേശം. Luke chapter 16. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 27 and 28. 27-28 വാക്യങ്ങൾ. The rich man is in hell. അതേ ധനികനായ മനുഷ്യൻ നരകത്തിൽ നരകത്തിലുള്ള യാതനാസ്ഥലത്ത് അടയ്ക്കപ്പെട്ടിരിക്കുന്നു. The flames are eating his body alive. അവന്റെ വേദന അവന്റെ ശരീരമാസകലം തിന്നുകളയുന്നു. He is feeling thirsty. അവൻ അവിടെ കിടന്നുകൊണ്ട് ദാഹിച്ചു വരളുകയാണ്.
he wants one drop of water from heaven. സ്വർഗ്ഗത്തിലും ഒരു തുള്ളി വെള്ളമെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്നവൻ കൊതിക്കുന്നു. Why did he go to hell? എന്തുകൊണ്ടാണ് അവൻ ആ യാതനാ സ്ഥലത്ത് പോയത്? You read the full New Testament. പുതിയ നിയമം മുഴുവൻ നിങ്ങൾ വായിച്ചാൽ He went to hell because he rejected Jesus who endured hell for him from the cross. കാൽവരി ക്രൂശിൽ അവന് വേണ്ടി വെളിപ്പെട്ട യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തെ അവൻ തിരസ്കരിച്ചതുകൊണ്ടാണ് ആ നരകത്തിൽ അല്ലെങ്കിൽ യാതനാ സ്ഥലത്ത് അവൻ പോകുന്നത്. He didn't have to go to hell and say, I thirst. Jesus hung on the cross, endured hell for him, and when he hung on the cross, Jesus said, I thirst. Jesus took his hell punishment, but he rejected Jesus. That's why he went to hell. കാൽവരി ക്രൂശിൽ കർത്താവായ യേശു അവന് വേണ്ടി ദാഹിച്ച് കരഞ്ഞ് അവന് വേണ്ടി യാഗമായി തീർന്നു. പക്ഷേ അന്ന് യേശുവിനെ അംഗീകരിക്കാത്തത് നിമിത്തം അവൻ യാതനാ സ്ഥലത്ത് പോയി ദാഹിച്ച് കരയുകയാണ്. And in hell he is very worried now. ഇപ്പോൾ ആ സ്വർഗ്ഗത്തിൽ അവൻ വലിയ ദുഃഖിതനാണ്. He says, I have 5 brothers. എനിക്ക് 5 സഹോദരന്മാരുണ്ട്. And he says Lazarus must be sent back to the earth. ഭൂമിയിലേക്ക് ലാസറിനെ ദൈവമേ അല്ലെങ്കിൽ അബ്രഹാം പിതാവേ അങ്ങ് അയച്ചാൽ കൊള്ളാമായിരുന്നു. And Lazarus must preach to those people and they should repent. അവര് ലാസർ പോയി പറഞ്ഞാൽ തീർച്ചയായും മാനസാന്തരപ്പെടും. And if they repent, they don't have to come to hell. അവർ മാനസാന്തരപ്പെട്ടാൽ അവർക്ക് നരകത്തിൽ വരേണ്ടതില്ല. He has only 5 brothers. അവൻ 5 സഹോദരന്മാരേ ഉള്ളൂ. But I have crores of brothers. അവനാണ് 5 സഹോദരന്മാരേ ഉള്ളൂ. പക്ഷെ എനിക്ക് കോടിക്കണക്കിന് സഹോദരന്മാർ ഇവിടെ ഉണ്ട്. India is my country. All Indians are my brothers and sisters. ഇന്ത്യ എന്റെ രാജ്യമാകുന്നു. എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ്. I have big family. എനിക്കൊരു വലിയ കുടുംബമാണുള്ളത്. The family of Malabar. മലബാർ എന്ന ഒരു കുടുംബം. The family of Wayanad. വയനാട് എന്ന കുടുംബം. The family of Kozhikode. കോഴിക്കോട് എന്ന കുടുംബം. The group of people whom we fondly call Bhai, that means brother. Literally, you know Bhai? നമ്മൾ Bhai is വിളിക്കാറില്ലേ not Muslim. Bhai means brother. ബായി എന്ന് നമ്മൾ വിളിക്കാറില്ലേ നമ്മുടെ നാട്ടിൽ വന്ന അന്യ സംസ്ഥാന തൊഴിലാളികളെ? അതിന്റെ അർത്ഥം സഹോദരൻ എന്നല്ലേ? I have many Bhais. Literally, I have many Bhai friends. Not എനിക്ക് boy friends, Bhai friends. Many Muslims who are my friends. ഒരുപാട് ബായി സുഹൃത്തുക്കളുണ്ട്. അക്ഷരികമായ സഹോദരങ്ങളായി സുഹൃത്തുക്കളുണ്ട്. If Lazarus doesn't go preach Jesus to all the Bhais, ഈ ബായിമാരോട് എല്ലാവരോടും ലാസർ പോയി സുവിശേഷം പറയാൻ പോകുന്നില്ല. or if a missionary doesn't go and preach to them, ഒരു മിഷണറി പോയി അത് പറയാൻ പോകുന്നില്ല. if they don't repent, ഞാൻ മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ, they don't repent, അവര് മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ they will come to hell. അവര് നരകത്തിൽ വരും. Anybody who rejects Jesus and refuses to repent will come to hell. ആര് യേശുവിനെ തള്ളിക്കളയുന്നുവോ, ആര് അനുദപിക്കാതിരിക്കുന്നുവോ അവരെല്ലാം നരകത്തിൽ വീഴും. If I really believed in hell, നരകത്തെ കുറിച്ചുള്ള ഉപദേശം നിങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നെങ്കിൽ, if I really believed in the words of the greatest hell preacher, do you know who is the greatest hell preacher? വലിയ നരക പ്രസംഗകനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആരാണത്? It's Jesus. അത് യേശു കർത്താവായിരുന്നു. Nobody preached about hell like Jesus. യേശു പ്രസംഗിച്ചതുപോലെ നരകത്തെ കുറിച്ച് പ്രസംഗിച്ച ആരുമില്ല. All our information about hell comes from the mouth of Jesus. എല്ലാ നരകത്തെ കുറിച്ചുള്ള വിവരണത്തിന്റെയും ഉറവിടം യേശുവിന്റെ വായിൽ നിന്നാണ്. Apostles just seconded Jesus, but Jesus gave us all the details about hell. നരകത്തെ കുറിച്ചുള്ള പരിപൂർണ വിശദാംശങ്ങൾ പൂർണ്ണമായി പറഞ്ഞത് യേശു മാത്രമാണ്. അപ്പോസ്തലന്മാർ അതിനെ കേവലം അതിനോട് അനുകൂലിച്ച് സംസാരിച്ചതേ ഉള്ളൂ. It's such a horrible place. അത് അത്ര ഭയങ്കരമായ ഇടമാണ്. Jesus said it is better not to be even born than to be born and go to hell. നിങ്ങൾ നരകത്തിൽ പോകുന്നത് ഏറ്റവും ദുഷ്കരമായ കാര്യമാണ് എന്ന് കർത്താവ് വളരെ കൃത്യമായി പറയുന്നുണ്ട്. അവൻ നരകത്തിൽ അവൻ നിവദിക്കാതിരിക്കുന്നതിനേക്കാൾ അവൻ ജനിക്കാതിരുന്നു എന്നായിരുന്നു എന്ന് യേശു പറയുന്നുണ്ട്. He said hell is a place of weeping and gnashing of teeth. കർത്താവ് പറഞ്ഞു നരകത്തിൽ കരച്ചിലും പല്ലുകടിയുമുണ്ട്. Why weeping? എന്തിനാ കരച്ചില്? Oh, how many chances I missed to repent and come to Jesus. മാനസാന്തരപ്പെടുവാൻ, യേശുവിലേക്ക് വരുവാൻ എനിക്ക് എത്രയോ അവസരം കിട്ടി, അതെല്ലാം ഞാൻ തള്ളിക്കളഞ്ഞല്ലോ. അതാണ് ആ കരച്ചിലിന്റെ കാരണം. Why gnashing of teeth? എന്താണ് പല്ലുകടിയുടെ കാരണം? You are angry with yourself. നിങ്ങളോട് തന്നെയുള്ള ദേഷ്യം കൊണ്ടാണ് പല്ല് കടിക്കുന്നത്. There are so many opportunities I had, but I still said no to Jesus. You are
angry with yourself. നിങ്ങൾക്ക് പല അവസരം യേശുവിൽ വിശ്വസിക്കാൻ ലഭിച്ചു, അതെല്ലാം തിരസ്കരിച്ചതിന്റെ നിരാശയിലാണ് നിങ്ങളോട് തന്നെയുള്ള കോപത്തിൽ പല്ല് കടിക്കുന്നത്. But the sad truth is, ദുഃഖകരമായ സത്യം ഇതാണ്. you read Romans chapter 1 fully, റോമാലേഖനം 1-ാം അധ്യായം പൂർണ്ണമായി വായിച്ചാൽ, and 2 Thessalonians chapter 1 fully, 2 തെസ്സലോനിക്ക ലേഖനം 1-ാം അധ്യായം മുഴുവൻ വായിച്ചാൽ, the Bible teaches. If you read Acts chapter 10 fully, 10-ാം അധ്യായം പ്രവൃത്തികളുടെ പുസ്തകം പൂർണ്ണമായി വായിച്ചാൽ, you know, this is something we learned in Bible college over a semester. I'm summarizing it in 3 minutes. If you read Romans chapter 1 fully, നിങ്ങൾ ബൈബിൾ കോളേജിലൊക്കെ ഒരു സെമസ്റ്റർ പൂർണ്ണമായിട്ട് പഠിച്ച സാധനം ഞാൻ വളരെ ചുരുക്കത്തിൽ പറയുകയാണ്. പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായം പഠിച്ചാൽ, റോമർ 1 പഠിച്ചാൽ, 2 Thessalonians chapter 1 fully, 2 തെസ്സലോനിക്ക ലേഖനം 1-ാം അധ്യായം പൂർണ്ണമായി പഠിച്ചാൽ, you know, what you'll understand is this. Acts chapter 10 fully, അത് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളുടെ ചുരുക്കം ഇതാണ്. if people who do not hear about Jesus, യേശുവിനെ കുറിച്ച് കേട്ടിട്ടില്ലാത്ത ആളുകൾ, if they are desperate, if they obey the general revelation of God, ദൈവത്തിന്റെ പൊതുവിൽ വെളിപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളോട് അവർ നന്നായി പ്രതികരിച്ചിരുന്നെങ്കിൽ, അനുസരിച്ചിരുന്നെങ്കിൽ. What is the general revelation of God? എന്താണ് ദൈവത്തിന്റെ പൊതുവിലുള്ള വെളിപ്പാട്? God speaks to them from the skies. ആകാശം ദൈവത്തിന്റെ മഹത്വം വർണ്ണിക്കുന്നുണ്ട്. I am a great God who created the sky. ഈ മഹത്തരമായ ആകാശത്തെ നിർമ്മിച്ച ഒരു സൃഷ്ടാവ് ഉണ്ട് എന്നുള്ള ഒരു പൊതുബോധം. What is the general revelation? It comes from within the conscience. മനുഷ്യന്റെ മനസാക്ഷിക്ക് അകത്തു നിന്ന് തന്നെ ദൈവത്തെ കുറിച്ച് അവനെ ബോധ്യപ്പെടുത്തുന്ന ഒരു പൊതു വെളിപ്പാടുണ്ട്. A woman's nakedness belongs to the husband alone, not to everyone who walks on the road. So porn watching is wrong. From the conscience. നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഒരു സ്ത്രീയുടെ നഗ്നത അവളുടെ ഭർത്താവിന് മാത്രമുള്ളതാണ്. അങ്ങനെയുള്ള അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ കാണുന്നത് പാപമാണെന്ന് ഉള്ളിന്റെ ഉള്ളിൽ നമുക്ക് മനസാക്ഷിയിൽ ബോധ്യപ്പെടുത്തുന്നുണ്ട്. So if you respond to the general revelation, അങ്ങനെ നമ്മുടെ മനസാക്ഷിയോട് നമ്മൾ വേണ്ടതുപോലെ പ്രതികരിച്ചിരുന്നെങ്കിൽ, God will send a missionary to your life. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവം ഒരു മിഷണറിയെ അയക്കുമായിരുന്നു. Like how God sent, you know, Peter to Cornelius. കൊർന്നേലിയുസിന്റെ അടുക്കലേക്ക് പത്രോസിനെ കർത്താവ് പറഞ്ഞയച്ചില്ലേ? But the fact of the matter is, എന്നാൽ വസ്തുത ഇതാണ്, there are many in the world, many in our planet who don't respond to the general revelation like Cornelius. കൊർന്നേലിയുസിനെ പോലെ പൊതുവിൽ ദൈവത്തെ കുറിച്ച് വെളിപ്പെട്ടിട്ടുള്ള യാഥാർത്ഥ്യങ്ങളോട് മനുഷ്യൻ പ്രതികരിക്കാതിരിക്കുന്നു എന്നുള്ളത് ഒരു ദുഃഖകരമായ സത്യമാണ്. So we must run to them. അവരുടെ അടുക്കലേക്ക് നാം ഓടിച്ചെന്ന് എത്തേണ്ടതാണ്. And tell them about the cross of Jesus Christ. യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ സന്ദേശം നാം അവരോട് പറയണം. And our message is this. നമ്മുടെ സന്ദേശത്തിന്റെ ചുരുക്കം ഇതാണ്. If you jump over the cross, നിങ്ങൾ ക്രൂശിലേക്ക് ഓടിയണഞ്ഞാൽ, if you reject Jesus and jump over the cross, നിങ്ങൾ യേശുവിനെ തള്ളിക്കളഞ്ഞ് അതിനെ അവഗണിച്ച് ചാടിക്കടന്നാൽ, you will land in hell. നിങ്ങൾ നരകത്തിലേക്കാണ് നിപതിക്കുക. That's the news we must proclaim. നിങ്ങൾ പ്രഖ്യാപിച്ച് ജനത്തോട് പറയേണ്ട സന്ദേശം അതാണ്. That is why in Jude we have this famous line, let us rescue those running towards the flame. Let us rescue those running towards the flame. അതെ, തീയിലേക്ക് പോകുന്നവരെ വല്ലവിധേനയും വലിച്ചെടുക്കുക എന്ന് യാക്കോബ് പറഞ്ഞ ആ പദത്തിന്റെ അർത്ഥം നാം ആ നിലയിലാണ് വ്യാഖ്യാനിക്കേണ്ടത്. You know, when a man was about to be hanged in England, ഇംഗ്ലണ്ടിൽ വധശിക്ഷയ്ക്ക് തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട ഒരു a മനുഷ്യനുണ്ടായിരുന്നു. bishop from a mainline church was reading some scriptures as he was about to be hanged. അവനെ തൂക്കിക്കൊല്ലുന്നതിന് തൊട്ടു മുമ്പ് ആ ദേശത്തുള്ള ഒരു പ്രധാനപ്പെട്ട സഭയുടെ ശുശ്രൂഷകൻ അയാൾക്ക് വേണ്ടി ബൈബിൾ വചനങ്ങൾ വായിച്ചു കേൾപ്പിക്കുകയായിരുന്നു. And that convict told the bishop, അവിടെ ആ ബിഷപ്പിനോട് ആ കുറ്റവാളി പറഞ്ഞു, if I really believed in this hell that you are reading to me about, നിങ്ങൾ ഇപ്പോൾ എനിക്ക് വായിച്ചു കേൾപ്പിച്ചു തരുന്ന ഈ നരകത്തെ ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചിരുന്നെങ്കിൽ, even if England were a bed of iron, if the bed of nails, even if England was a bed of nails, I will roll over those nails and tell everybody about this hell, and only Jesus can save you from hell. അവൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ഇതിൽ എഴുതിയിരിക്കുന്ന നരകത്തെ നിങ്ങൾ ഞാനത് പൂർണ്ണമായി വിശ്വസിച്ചിരുന്നെങ്കിൽ ഇംഗ്ലണ്ടിലെ തെരുവീതികൾ മുഴുവനും ആണികൾ നിറഞ്ഞു കടന്നായിരുന്നെങ്കിലും ഞാൻ അതിലെ ഇഴഞ്ഞു നീങ്ങി സകലരോടും ഈ സുവിശേഷം പറയുമായിരുന്നു എന്നാണ് ആ കുറ്റവാളി പറഞ്ഞത്. Should we close your eyes? നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. The missionary challenges come. അതേ, ഒരു മിഷണറി സന്ദേശം വന്നിരിക്കുന്നു. It's come from God.
ദൈവത്തിൽ നിന്നാണ് അത് വരുന്നത്. It comes from the Bible. ബൈബിളിൽ നിന്നാണ് അത് വരുന്നത്. It has come from demons. പിശാചിൽ നിന്നും ആ സന്ദേശം It's come from angels. ദൂതന്മാരിൽ നിന്നും ആ സന്ദേശമുണ്ട്. It's come from hell. നരകത്തിൽ നിന്നും ആ സന്ദേശമുണ്ട്. It's come from man. മനുഷ്യരിൽ നിന്ന് ആ സന്ദേശമുണ്ട്. We can talk all night about it. ഈ രാത്രി മുഴുവൻ നമുക്ക് വേണമെങ്കിൽ ഈ സന്ദേശം പറയാൻ But കഴിയും. I want to ask you the question. എന്നാൽ ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു If not ചോദ്യം, you, then who? നിങ്ങൾ അല്ല എങ്കിൽ വേറെ ആര്? If not now, then when? ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോൾ? If not here, then when? ഇവിടെ അല്ലെങ്കിൽ പിന്നെ എവിടെ? If not here, then where? ഇവിടെ അല്ലെങ്കിൽ പിന്നെ എവിടെ? God says, ദൈവം പറയുന്നു, whom shall I send? ഞാൻ ആരെ അയക്കേണ്ടു? Who will go for me? ആർ എനിക്ക് വേണ്ടി പോകും? That's in Isaiah 6. യെശയ്യാവ് 6 നാം അത് വായിക്കുന്നു. And Isaiah heard the general call of God. ദൈവത്തിന്റെ ആ പൊതുവിലുള്ള വിളി യെശയ്യാവ് കേട്ടു. And Isaiah said, യെശയ്യാവ് പറഞ്ഞു, here am I, send me. ഇതാ അടിയനെ അയക്കണമേ. God never said, ദൈവം ഒരിക്കലും പറഞ്ഞില്ല, Isaiah, whom shall I send? യെശയ്യാവേ ഞാൻ ആരെ അയക്കണമെന്ന് ദൈവം ചോദിച്ചില്ല. God only said, whom shall I send, who will go for me? ദൈവം ചോദിച്ചത് ഇങ്ങനെയാണ്, ആരെ നാം അയക്കേണ്ടു? And even now God says the same thing. ദൈവം ഇന്നും അതേ കാര്യമാണ് ചോദിക്കുന്നത്. There are 150 million Muslims in India. ഇന്ത്യയിൽ 150 മില്യൺ മുസ്ലിംസ് ഉണ്ട്. Only 200 full-timers among them. നമ്മുടെ നടുവിൽ 100ഓളം വരുന്ന പൂർണ്ണ സമയ ശുശ്രൂഷകന്മാർ മാത്രമേ ഉള്ളൂ. Whom shall I send, who will go for me? ആരാണ് നമുക്ക് വേണ്ടി പോവുക? God says today, even now, ഇപ്പോഴും ഇന്നും ദൈവം അത് തന്നെ പറയുന്നു. there are 204 people groups in India. ഇന്ത്യയിൽ 104 വരുന്ന ജനതയുണ്ട്. 204. 104 വരുന്ന ജനവിഭാഗം, 204 വരുന്ന ജനവിഭാഗം. At least 50,000 people in that people group. ആ ജനതയിൽ 50,000 ആളുകളെങ്കിലും ഓരോന്നിലും. No believers, no church among them. അവരുടെ ഇടയിൽ ഒരു വിശ്വാസിയുമില്ല, ഒരു സഭയുമില്ല. I'm sure some of that is in Malabar. ചിലത് നമ്മുടെ മലബാറിൽ തന്നെയാണ് ആ വിഭാഗങ്ങൾ. There are 81 languages in India. ഇന്ത്യയിൽ ഏകദേശം 81-ലധികം ഭാഷകളുണ്ട്. At least 10,000 people speak that language. ആ ഭാഷകളൊക്കെ തന്നെ 10,000 പേരെങ്കിലും സംസാരിക്കുന്നു. But not a verse in Bible and those 81 languages. ആ 81 ഭാഷകളിൽ ഒന്നിൽ പോലും ബൈബിളിന്റെ ഒരു ചെറിയ പീസ് പോലും ഇല്ല. Whom shall I send? Who will go for me? ആർ നമുക്ക് വേണ്ടി പോകും? ആർ എനിക്ക് വേണ്ടി പുറപ്പെടും? There are only in 70 languages we have the Jesus film in India. ഇന്ത്യയിൽ 17 ഭാഷകളിൽ മാത്രമാണ് 70 ഭാഷകളിൽ മാത്രമാണ് യേശു ക്രിസ്തുവിന്റെ ജീവചരിത്രം ഭാഷാ പരിവർത്തനം ചെയ്തിട്ടുള്ളത്. Whom shall I send? God is looking for digital missionaries to make the Jesus film available in many more languages. വിവിധ ഭാഷകളിലേക്ക് യേശു ക്രിസ്തുവിന്റെ ജീവചരിത്രം ഡിജിറ്റലൈസ് ചെയ്ത് എത്തിക്കുവാൻ അത്തരത്തിൽ പ്രവർത്തിക്കുന്ന മിഷനറിമാരെയും ദൈവം നോക്കുന്നു. There are 555 million Indians under 25. 25 വയസ്സിൽ താഴെ 555 million Indians below 25. 555 million Indians under 25 years. 525 മില്യൺ ആളുകൾ 25 വയസ്സിൽ താഴെയുള്ളവരായിട്ടുണ്ട്. God is looking for youth workers. Whom shall I send? Who will go for them? Who will go among them? യുവജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന മിഷനറിമാരെ ദൈവം നോക്കുന്നു. ആർ നമുക്ക് വേണ്ടി ആ വേലയ്ക്ക് പോകും? There are up to 40,000 colleges perhaps. It's a vague number. 20,000 to 40,000 colleges. Only 2,000 colleges, only 4,000 colleges have Bible study, have a fellowship in them. 40,000-ഓളം വരുന്ന കോളേജുകൾ നമ്മുടെ രാജ്യത്തുണ്ട് എന്ന് കരുതപ്പെടുന്നു. കണക്കാക്കപ്പെടുന്നു 2,000 കോളേജുകളിൽ മാത്രമാണ് ഒരു ബൈബിൾ ക്ലാസ്സുകളിൽ നടക്കുന്നത്. God wants campus missionaries. Whom shall I send? Who will go for me? കോളേജിൽ സുവിശേഷം അറിയിക്കുവാനുള്ള ദൈവവിളി ഏറ്റെടുക്കുവാനുള്ള ആളുകളെ ദൈവം അന്വേഷിക്കുന്നുണ്ട്. There are at least 28,000 pin codes in India. 28,000 വരുന്ന പിൻകോഡുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. 28,000-ഓളം പിൻകോഡുകളുണ്ട്, പോസ്റ്റ് ഓഫീസുകളുണ്ട്. In 20,000 pin codes, no church. 20,000 പിൻകോഡുകളുടെ ഇടങ്ങളിൽ ഒരു സഭകൾ പോലും ഇല്ല. Not Assemblies of God Church, no church at all. അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയില്ലെന്നല്ല പറഞ്ഞത്, ഒരു വിഭാഗത്തിനും സഭകളില്ല. Whom shall I send and who will go for me? God is looking for young pastors. ചെറുപ്പക്കാരായ ഇടയന്മാരെ, ദൈവ ശുശ്രൂഷകന്മാരെ നോക്കുന്നു. ആർ ദൈവത്തിന്റെ വേലയ്ക്ക് പോകും? There are 300 cities or towns in India. ഇന്ത്യയിൽ 300ഓളം വരുന്ന പട്ടണങ്ങൾ, നഗരങ്ങളുണ്ട്. And only in 141 of those have a sizable church, say a church of 500, which transforms the society or has the potential to transform the society. In the remaining nearly 150 towns and cities, we don't have a
a society transforming big church. Whom shall I send? Who will go for me? God is looking for mega church pastors. അതിനകത്ത് 141 ഇടങ്ങളിൽ മാത്രമേ സമൂഹത്തെ അല്പമെങ്കിലും സ്വാധീനിക്കാൻ കഴിവുള്ള ഒരു സഭയുള്ളൂ. ബഹുഭൂരിപക്ഷം വരുന്ന ഇടങ്ങളിൽ അത്തരത്തിലൊരു സഭ കണ്ടെത്താൻ പോലുമില്ല. His call has clearly come. ദൈവത്തിന്റെ വിളി വളരെ വ്യക്തമായി ഇന്ന് രാത്രിയിലും You വെളിപ്പെടുന്നു. don't need anything more than the character of God to understand the call of God. ദൈവത്തിന്റെ വിളി മനസ്സിലാക്കുവാൻ ദൈവത്തിന്റെ സ്വഭാവത്തെ ഇനി അധികമായിട്ട് ഒന്നും നാം തിരിച്ചറിയേണ്ടതില്ല. And he says, whom shall I send? Who will go for me? ദൈവം ചോദിക്കുന്നു, ആർ നമുക്ക് വേണ്ടി പോകും, ആർ ആ ദൗത്യം ഏറ്റെടുക്കും. God is like the maths teacher. ദൈവം ഒരു കണക്ക് അധ്യാപകനെ പോലെ നിൽക്കുകയാണ്. The maths teacher wrote 2 + 2 = 2. കണക്കിന്റെ അധ്യാപകർ 2 + 2 = 4 എന്ന് എഴുതും. The maths teacher only wrote 2 + 2 = 2. കണക്ക് അധ്യാപകൻ 2 + 2 എന്ന് മാത്രമേ എഴുതുള്ളൂ, സമം എന്നിടും. Put only 2 + 2 = 2. 2 + 2 സമം എന്നെഴുതും. And she looked over the class. അതിനുശേഷം അധ്യാപകൻ ക്ലാസ് മുറിയിലേക്ക് നോക്കും. Little Tommy was sitting in the last row. ഏറ്റവും പുറകിൽ കൊച്ചു ടോമി ഇരിക്കുന്നുണ്ട്. And he said, "Ma'am, I know the answer. Ma'am, I know the answer." അവൻ ചാടിക്കൊണ്ട് പറയും, മാം എനിക്ക് എന്റെ ഉത്തരം അറിയാം. 2 + 2 = 4. 2 + 2 = 4 ആണ്. That's what is happening in Isaiah 6. അതാണ് യെശയ്യാ 6 നമ്മൾ കാണുന്നത്. God says, whom shall I send? Who will go for me? ദൈവം ഒരു കണക്കധ്യാപകനെ പോലെ ഒരു ചോദ്യം തൊടുത്തു വിടുകയാണ്. ആർ നമുക്ക് വേണ്ടി പോകും? He never said, Isaiah, will you go? യേശയ്യാവ് പോകുമ്പോൾ ദൈവം ചോദിക്കുന്നില്ല. He is looking for volunteers now. അവൻ സ്വയം പ്രഖ്യാപിത ദൗത്യ നിർവഹണക്കാരെ നോക്കുകയാണ്. Need in Malabar, so much need in India. ഒരുപാട് യേശയ്യാവുമാരെ ദൈവത്തിന് ഇന്ത്യക്ക് ആവശ്യമായിട്ടുണ്ട്. Will you be the volunteer? ആ സ്വയം സമർപ്പിതനായ വേലക്കാരനായി മാറും. Then he will equip you, then he will send you. അങ്ങനെ സമർപ്പിക്കപ്പെടുമ്പോൾ ദൈവം നിന്നെ ശക്തീകരിക്കും, ദൈവം നിന്നെ നിയോഗിക്കും, അയക്കും. If you want to be that volunteer for God, ദൈവത്തിന് വേണ്ടി ആ സ്വയം സമർപ്പിക്കുന്ന വ്യക്തിയായി താങ്കൾ മാറുക. the volunteer who will give your life for the work of the propagation of the gospel. സുവിശേഷത്തിന്റെ വ്യാപനത്തിന് വേണ്ടി സ്വയം സമർപ്പിക്കുന്ന, സ്വയം സമർപ്പിതനായ ഒരു വ്യക്തിയായി താങ്കൾ മാറുക. Don't look this way or that way, get up. അവിടെയോ ഇവിടെയുമോ നിങ്ങൾ നോക്കേണ്ട, എഴുന്നേൽക്കുക. Right now, yes, the ഇപ്പോൾ. call is yes, get up, get up. ഇപ്പോൾ തന്നെ God is looking for volunteers. ദൈവം സ്വയം സമർപ്പിക്കുന്നവരെ നോക്കുന്നു. To show passion in obedience to the Great Commission. ദൈവത്തിന്റെ മഹാനിയോഗത്തിന് വേണ്ടി സമർപ്പിക്കുന്ന സ്വയം സമർപ്പിതരെ ദൈവം നോക്കുന്നു. Get up and say, I'm available, God. ദൈവത്തോട് പറഞ്ഞാട്ടെ, കർത്താവേ ഞാൻ തയ്യാറാണ്. He will guide you. ദൈവം നിങ്ങളെ സഹായിക്കും. He will counsel you. ദൈവം നിങ്ങൾക്ക് ആലോചന He will തരും. open the door. അവൻ വാതിലുകൾ തുറക്കും. I was 13 years old when I answered a call like this. ഞാൻ അങ്ങനെ ഒരു വിളിക്ക് സമർപ്പിച്ചത് 13-ാമത്തെ വയസ്സിലായിരുന്നു. 1988. 1998. May 14th. 1988. 1988. May 14th. മെയ് 14-ാം തീയതി I said yes to God. ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ ഞാൻ പോകാം. That night I didn't know that Reverend Dr. V.T. Abraham would invite me when I'm 49 years old and ask me to challenge young people to give their life for full-time ministry. I didn't know that when I was in 1988, May 14th. I didn't know that, but I only said I'm available. As a schoolboy, I said I'm available, and I ran to the front to give my life. 1988 അന്ന് കർത്താവിന്റെ നിയോഗത്തിന് മുമ്പിൽ സമർപ്പിക്കപ്പെടുമ്പോൾ ഞാൻ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല ഡോക്ടർ വി.ടി. എബ്രഹാം ഇങ്ങനെ ഒരു മിഷൻ ചലഞ്ചിന് സന്ദേശം കൊടുക്കുവാൻ എന്നെ ഇവിടേക്ക് ക്ഷണിക്കുമെന്നോ ഞാൻ പ്രസംഗിക്കുമെന്നോ. I just said, I'm a little boy, Lord. If this little boy can be of any use to your kingdom, I'm available. കർത്താവിനോട് ഞാൻ പറഞ്ഞു, കർത്താവേ ഞാനൊരു ചെറിയ ബാലനാണ്, എന്നെ നിനക്ക് ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ അങ്ങയുടെ രാജ്യത്തിന് എന്നെ പ്രയോജനപ്പെടുത്തണമേ. Would you come forward, young people, as much space is available? Would you come forward and kneel down and say the same thing? ഇതേ കാര്യം നിങ്ങൾ സമർപ്പിച്ചിരിക്കുന്നെങ്കിൽ തീർച്ചയായും ഉള്ള സ്ഥലത്തേക്ക് ദയവായിട്ട് ചെറുപ്പക്കാരെ എഴുന്നേറ്റ് നിൽക്കുന്നവർ മുന്നോട്ട് കടന്നു വന്നാലും. Lord, I am volunteering myself. ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് സമർപ്പണത്തോടെ ദയവായി എല്ലാവരും മുന്നോട്ട് വന്നാൽ. I'm making myself available, Lord. കർത്താവിനോട് പറഞ്ഞാട്ട്, കർത്താവേ അങ്ങയുടെ മുമ്പാകെ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. If you can use me, എന്നെ നീ ഉപയോഗിക്കണമേ. I will be privileged.
ഞാൻ കർത്താവേ അങ്ങ് എന്നെ ഉപയോഗിച്ചാൽ അതൊരു പദവിയായി ഞാൻ It is മനസ്സിലാക്കുന്നു. an honor for me. കർത്താവേ ഇത് എന്നെ സംബന്ധിച്ച് ഒരു ബഹുമാനമാണ്. It is a humbling honor. ഇത് എന്നെ താഴ്മയുള്ളവനാക്കുന്ന ഒരു മാന്യതയാണ്. I want to surrender myself. എന്റെ ജീവിതത്തെ ഞാൻ അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. I want to be a soldier, Lord. കർത്താവേ അങ്ങയുടെ ഭടനാക്കി എന്നെ മാറ്റണമേ. Not a seat warmer in the church. കർത്താവേ Not a seat warmer in the church. Just എന്റെ കസേരയെ ചൂടാക്കുന്ന ഒരു സാധാരണ വിശ്വാസിയായിട്ട് ഞാൻ മാറുകയല്ല. no, but I want to be a soldier, Lord. കർത്താവേ അങ്ങേക്ക് വേണ്ടി ഒരു പടയാളിയായി ഞാൻ I മാറും. want to stand with my local church pastor എന്റെ ലോക്കൽ സഭയിലെ ശുശ്രൂഷകരെ ഞാൻ സഹായിക്കും. to advance the local ministry of the local church. എന്റെ പ്രാദേശിക സഭയുടെ ശുശ്രൂഷയിൽ അദ്ദേഹത്തെ ഞാൻ സഹായിക്കും. ശുശ്രൂഷയ്ക്ക് കൈത്താങ്ങൽ നൽകും. In Sunday school ministry. സൺഡേ സ്കൂൾ മിനിസ്ട്രിയിൽ ഞാൻ Youth പങ്കാളിയാകും. ministry. യുവജന ശുശ്രൂഷയിൽ ഞാൻ പങ്കാളിയാകും. In the Bible study ministry. ബൈബിൾ പഠന ശുശ്രൂഷയിൽ ഞാൻ പങ്കാളിയാകും. In tract distribution ministry. ലഘുലേഖ വിതരണ ശുശ്രൂഷയിൽ ഞാൻ പങ്കാളിയാകും. In any kind of ministry that is available. കർത്താവേ എന്റെ മുമ്പിൽ ലഭ്യമാകുന്ന ഏത് ശുശ്രൂഷ അവസരങ്ങളും ഞാൻ പ്രയോജനപ്പെടുത്തും. And when you open the door, Lord, കർത്താവേ അങ്ങ് വഴികൾ തുറക്കുമ്പോൾ I want to join Bible college. കർത്താവേ ബൈബിൾ കോളേജിൽ ഞാൻ പഠിക്കും. I want to receive training. എനിക്ക് പരിശീലനം ആ നിലയിൽ എനിക്ക് So that പ്രാപിക്കാൻ I'm a അവസരമുണ്ടാകും. polished arrow in your hands. അങ്ങയുടെ കരത്തിൽ ഒരുക്കപ്പെട്ട മിനുക്കിയെടുത്ത അമ്പാക്കി എന്നെ മാറ്റണമേ. So that I'm a polished arrow in your hands. അങ്ങയുടെ കരത്തിൽ ഒരുക്കപ്പെട്ട മിനുക്കിയെടുത്ത ഒരു അമ്പാക്കി എന്നെ മാറ്റണമേ. You know, if you say I'm ready to be trained in a Bible college. ഒരു ബൈബിൾ കോളേജിൽ പഠനത്തിൽ ആ നിലയിൽ പരിശീലനം പ്രാപിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, You say God has been speaking to me in the first message. I want to study this great book, the Bible. I want to show passion for Bible meditation. I want to show passion for Great Commission. I want to bring that together by spending my time 3 years, 2 years, 1 year in the study of the Bible. Be trained for Bible college. I want you to get up from your seats. And get up now. Get up. And I want you to come and join me here in the front, behind the pulpit. ഇന്ന് വൈകുന്നേരം കേട്ട സന്ദേശത്തിൽ നമ്മൾ കേട്ടതുപോലെ ദൈവത്തിന്റെ വചനം പഠിക്കുവാൻ, ധ്യാനിക്കുവാൻ, അതിൽ ആഴമായി ഇറങ്ങുവാൻ എന്റെ ഉള്ളത്തിൽ വലിയ താല്പര്യമുണ്ട്. എനിക്ക് ദൈവം അനുവദിക്കുന്ന പക്ഷം ഒരു ബൈബിൾ കോളേജിൽ ചേർന്ന് 2, 3, 4 വർഷം പഠിച്ച് എന്നെ സ്വയം പരിശീലിപ്പിച്ച് ദൈവവേലയ്ക്ക് വേണ്ടി പങ്കാളികളാകണമെന്ന് സമർപ്പിക്കുന്നവർ, ബൈബിൾ കോളേജിൽ പഠനത്തിന് വേണ്ടി സമർപ്പിക്കുന്നവർ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ദയവായി നിങ്ങളുടെ സ്ഥാനത്ത് എഴുന്നേറ്റ് നിന്നാലും. Yes. Don't hesitate. God is speaking. Don't hesitate. Yes. Get up. ബൈബിൾ കോളേജിൽ പഠനത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടവരുണ്ടെങ്കിൽ അവർ എഴുന്നേറ്റ് നിൽക്കാം. Yes, come ഇരിക്കുന്നിടത്ത് forward. Yes, come forward. മുന്നോട്ട് കടന്നു വന്നവരിൽ ഇരിക്കുന്നവരുണ്ടെങ്കിലും ബൈബിൾ കോളേജിൽ പഠിക്കാൻ താല്പര്യപ്പെടുന്നവർ എഴുന്നേറ്റ് നിന്നാട്ടെ. Yes, come forward. Yes. ധൈര്യമായിട്ട് മുന്നോട്ട് വന്നാൽ You can finish what you're doing now. You can finish your education, finish your degree, or you can maybe take some time to resign your job, maybe work for a few months, serve notice, and then, God's servants are here. God's choice vessels are here. They will guide you and they will put you in the right place. നിങ്ങൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോഴ്സ് നിങ്ങൾക്ക് പൂർത്തിയാക്കാം. നിങ്ങളുടെ പഠനം, നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കാം. ദൈവദാസന്മാർ നിങ്ങൾക്ക് ഉണ്ട്. അവരുടെ ആലോചനയ്ക്കൊത്ത് കൃത്യമായ സമയത്ത് ബൈബിൾ കോളേജിൽ പോയി പഠിച്ച് നിങ്ങൾക്ക് കർത്താവിന്റെ വേലയിൽ പങ്കാളികളാകാനുള്ള അവസരം ആ നിലയിൽ ഉണ്ടാകും. Come forward. മുന്നോട്ട് കടന്നു വന്നാൽ Don't worry about the financial needs. സാമ്പത്തിക വിഷയത്തെക്കുറിച്ച് നിങ്ങൾ ഭാരപ്പെടുകയേ വേണ്ട. You are coming to serve the King of Kings. നിങ്ങൾ രാജാവിനെ സേവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. He knows how to take care of his soldiers. നിങ്ങൾ തന്റെ പടയാളികളെ എങ്ങനെ കരുതണമെന്ന് അവനത്തേക്ക് അറിയാം. There was a time when I worked for HSBC Bank. HSBC Bank, International Bank. ഒരു ബാങ്കിൽ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലം എനിക്ക് ഓർമ്മയുണ്ട്. And then I resigned my job. ആ സമയത്ത് ഞാൻ എന്റെ ജോലി റിസൈൻ ചെയ്തു. To grab the Google generation going to hell. ഗൂഗിൾ ജനറേഷൻ നരകത്തിലേക്ക് പോകുന്നുവെന്ന് അറിഞ്ഞവരെ കർത്താവിന് വേണ്ടി നേടേണ്ടതിന് വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്തത്. To dedicate my time for that. അവർക്ക് വേണ്ടി എന്റെ ജീവിതത്തെ സമർപ്പിക്കാൻ വേണ്ടിയാണ്. To travel to the length and breadth of this country and to preach God's word to them. സുവിശേഷം ഈ രാജ്യത്തിന്റെ ഉടനീളം പോയി പ്രസംഗിക്കാനുള്ള സമർപ്പണത്തിലാണ് ഞാൻ അത് ചെയ്തത്. Because the bank manager got tired of giving me leave and he was giving me warning after warning, and so I had to decide, is it God's work full time or corporate job in a bank? ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന ബാങ്കിലെ മാനേജർ എനിക്ക് പലപ്പോഴും ദൈവവേലയ്ക്കുള്ള അവസരങ്ങളിൽ ലീവ് തരാൻ വിമുഖത കാണിച്ചപ്പോൾ ഒടുവിൽ ഞാൻ കർത്താവിനോട് ആലോചന ചോദിച്ച് ആ തീരുമാനം കൈക്കൊള്ളുകയായിരുന്നു. That's when my wife also encouraged me. ആ സമയത്ത് എന്റെ ഭാര്യയും എന്നെ ധൈര്യപ്പെടുത്തി. He said, "Let you resign.
God will take care. നീ ജോലി രാജിവെക്കുക, ദൈവം നമ്മെ കരുതും. I had some fear. എനിക്ക് അല്പം ഭയം ഉള്ളിലുണ്ടായിരുന്നു. But she was fearless. പക്ഷേ എന്റെ ഭാര്യ ഭയമില്ലാതെ എന്നോട് ധൈര്യപ്പെടുത്തി. That is why you must marry a girl. All of you young men who are not married, and many of you or all of you are not married mostly here, you must marry someone who has same passion for Jesus like you have. അതുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നവരിൽ ബഹുഭൂരിപക്ഷം ആളുകളും അവിവാഹിതരാണല്ലോ. നിങ്ങൾ വിവാഹം കഴിക്കുന്നെങ്കിൽ ശുശ്രൂഷയിൽ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന, ധൈര്യപ്പെടുത്തുന്ന, ദൈവവേലയെ കുറിച്ചുള്ള നിങ്ങളെ പോലെയുള്ള കാഴ്ചപ്പാടുള്ളവരെ വിവാഹം കഴിക്കുവാൻ നിങ്ങൾ ഉറക്കണം. As I narrated in the first message, I was about to make a mistake in my marriage choice, but God stopped me. God hardened that other girl's heart. She rejected me, and God gave me a girl passionate for the lost, really passionate for the lost. And I quit my job, and today, for the glory of God, I can say God takes better care of me than the international bank. അതെ, ഞാൻ രാവിലെ നിങ്ങളോട് പറഞ്ഞതുപോലെ എന്റെ ജീവിതത്തിൽ ഒരു തെറ്റായ തീരുമാനം എടുക്കുവാൻ എനിക്ക് സാധ്യത ഉണ്ടായിരുന്നു. എന്നാൽ ആ പെൺകുട്ടിയുടെ ഉള്ളത്തെ ദൈവം കഠിനപ്പെടുത്തി എനിക്ക് വേണ്ടി സുവിശേഷ വേലയ്ക്ക് വലിയ നിയോഗവും സമർപ്പണമുള്ള മറ്റൊരു പങ്കാളിയെ ദൈവം ഒരുക്കി. ഞങ്ങളുടെ ജീവിതം ഇതപര്യന്തം ശുശ്രൂഷകൾ ശക്തമായി പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം അത് മുഖാന്തരമായി. And this God takes better care of me now than even the international bank. ഇന്റർനാഷണൽ ബാങ്കിൽ ജോലി ചെയ്തിരുന്നതിനേക്കാൾ അധികമായി ദൈവം ഇന്ന് ഞങ്ങളെ പുലർത്തുന്നു, ഞങ്ങൾക്ക് വേണ്ടി കരുതുന്നു. He has blessed me, and I am a testimony to that. എനിക്ക് അവൻ എന്നെ അനുഗ്രഹിച്ചു. ഞാൻ ആ വിഷയത്തിൽ അനേകരുടെ മുമ്പിൽ ഒരു സാക്ഷ്യമാണ്. He can take care of you. Don't worry about your financial needs. നിങ്ങളുടെ സാമ്പത്തിക വിഷയത്തെ കുറിച്ച് നിങ്ങൾ ആകുലപ്പെടുകയേ വേണ്ട. ദൈവം അത് കരുതുവാൻ ശക്തനാണ്. God is able to take care of you. നിങ്ങളെ കരുതുവാൻ ദൈവം ശക്തനാണ്. He will give you what you need at the right time. തക്ക സമയത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് കരുതുവാൻ ദൈവം വിശ്വസ്തനാണ്. He may not give you all that you want, but what you need, He will always give at the right time. നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നതെല്ലാം അവൻ തന്നു എന്ന് വരില്ല, പക്ഷേ നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെയും തക്ക സമയത്ത് ദൈവം കരുതും. So, son, let's all, those of us standing here, those of us kneeling down, let's say, Lord, my one life. കർത്താവേ, നിൽക്കുന്നവരും മുട്ടുകുത്തിയിരിക്കുന്നവരും ഇരിക്കുന്നവരും ഒരുപോലെ ദൈവത്തോട് പറഞ്ഞാട്ടെ, കർത്താവേ, എനിക്കൊരു ജീവിതം. In this one life, I will be passionate to obey the Great Commission. ഈ ഒരു ജീവിതത്തിൽ അങ്ങയുടെ വേലയ്ക്ക് വേണ്ടിയുള്ള നിയോഗത്തിനോട് ഞാൻ സമർപ്പിതനായിരിക്കും. That zeal will keep increasing. കർത്താവേ, എന്നെ കൂടുതൽ അങ്ങിൽ വളരുമാറാക്കണമേ. And that passion will keep increasing. ആ വലിയ ആവേശം അത് വർദ്ധിച്ചു വരട്ടെ. If the devil is running, working swiftly with great fury, I will also work swiftly with great passion to grab souls going to hell and bring them to the kingdom of God. പിശാച് മഹാക്രോധത്തോടെ ആളുകളെ നരകത്തിൽ കൊണ്ടുപോകുവാൻ അവൻ ഉത്സാഹത്തോടെ പോകുന്നെങ്കിൽ ദൈവമേ, അതിലുപരി ഏറെ ഉത്സാഹത്തോടെ ആത്മാക്കളെ സ്വർഗരാജ്യത്തിന് വേണ്ടി നേടുവാൻ ഓടുവാൻ എനിക്ക് കൃപ തരണമേ. And I will prepare myself for the ministry. ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ ഒരുക്കുന്നു കർത്താവേ. By being a student of your word. അവിടുത്തെ വചനം പഠിക്കുന്ന ഒരു പഠിതാവായിക്കൊണ്ട്. By being a student of your word. അവിടുത്തെ വചനത്തിന്റെ ഒരു പഠിതാവായി തീർന്നുകൊണ്ട്. By being passionate for your word. അവിടുത്തെ വചനത്തിന് വേണ്ടിയുള്ള വലിയ ആവേശം ഉൾക്കൊണ്ടിട്ട്. I will prepare for the ministry. അങ്ങയുടെ വേലയ്ക്ക് ഞാൻ എന്നെ തന്നെ ഒരുക്കും കർത്താവേ. No to phone addiction. എല്ലാ തരത്തിലുള്ള phone addiction. ഫോൺ അഡിക്ഷനിൽ നിന്നും ഞാൻ മാനസാന്തരപ്പെടും. No to social media addiction. എല്ലാ സോഷ്യൽ മീഡിയ അഡിക്ഷനിൽ നിന്നും ഞാൻ തിരികെ വരും. 7 times a day. 7 പ്രാവശ്യം ഒരു ദിവസം. I will thank you for your righteous rules. അങ്ങയുടെ നീതിയുള്ള വചന നിമിത്തം അങ്ങേക്ക് സ്തോത്രം ചെയ്യും. That is what I read in Psalm 119. അതാണല്ലോ 119 സങ്കീർത്തനത്തിൽ ഞങ്ങൾ വായിക്കുന്നത്. So I'm going to pick up the Bible many times during the day. ഒരു ദിവസത്തിൽ പല ആവർത്തി ദൈവത്തിന്റെ വചനം ഞാൻ കൈകളിൽ എടുത്ത് വായിക്കും. I'm going to eat spiritual food from the Bible. എന്റെ ആത്മീക ശുശ്രൂഷയിൽ ഫലകരമായി എന്റെ ജീവിതം ഞാൻ മാറ്റുവാൻ തയ്യാറാകും. And I'm going to send portions to those who don't have. വചനമില്ലാത്ത ആളുകൾക്ക് ഞാൻ അത് അയച്ചു കൊടുക്കും. To the left, to the right, to the north, to the south, all directions, I'm going to share God's word. വടക്കും കിഴക്കും തെക്കും പടിഞ്ഞാറും എല്ലാ ഇടങ്ങളിലേക്കും ഞാൻ ഈ സുവിശേഷം പ്രചരിപ്പിക്കും. I will prepare myself for the task that God has for me. കർത്താവ് എനിക്ക് വേണ്ടി വെച്ചിട്ടുള്ള ദൗത്യത്തിൽ ഉത്സാഹത്തോടെ ഞാൻ അവിടുത്തേക്ക് വേണ്ടി ഓടും. Can we sing that wonderful Malayalam song Adiyan Ida,
as we conclude this service in the presence of God. Worship team, please come. I want to also ask Pastor D. Abraham to pray for us. ഈ സമയത്ത് നമുക്ക് ആ മലയാളം ഗാനം അടിയനിത എന്ന സമർപ്പണ ഗാനം നമുക്ക് ചേർന്ന് പാടാം. കർത്താവിൻദാസ് അടിയനിതാ ദേവാ അടിയനിതാ ദേവാ അടിയനിതാ നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ്റെ ദൈവം ഓ നീ എൻ്റെ ദൈവം ഒരിക്കൽ കൂടെ കർത്താവേ നീ എൻ്റെ സങ്കേതമാണ് നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ കോട്ടയും ഉള്ളതിന്റെ ആഴത്തിൽ എന്ന് പറഞ്ഞ് നീ എൻ്റെ പ്രാണനാഥൻ നീ മാത്രം എൻ്റെ നീ എൻ്റെ ദൈവം. ആ കരങ്ങൾ രണ്ടും സ്വന്തത്തിലേക്ക് ഉയർത്തി പറഞ്ഞേ ഓ ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ തേടും നിൻ മുഖം സേവിച്ചിടും ഞാൻ എൻ സർവ്വവുമായി അടിയനിതാ. ഒരിക്കൽ കൂടെ ആരാധിക്കും യേശുവേ. ഉള്ളം തുറന്ന് പാടിക്കേറ്റും ഞാൻ പൂർണ്ണ ഹൃദയമോടെ തേടും നിൻ മുഖം ജീവത്താൽ സേവിച്ചിടും ഞാൻ എൻ സർവ്വവുമായി അടിയനിതാ. അടിയനിതാ ദേവാ അടിയനിതാ ദേവാ അടിയനിതാ ദേവാ അടിയനിതാ ദേവാ അടിയനിതാ. ഒരിക്കൽ കൂടെ മനസ്സോടെ അടിയനിതാ ദേവാ അടിയനിതാ ദേവാ അടിയനിതാ ദേവാ അടിയനിതാ. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ തേടും നിൻ മുഖം ജീവകാലമെല്ലാം സേവിച്ചിടും ഞാൻ എൻ സർവ്വവുമായി അടിയനിതാ. ഒരിക്കൽ കൂടെ ആരാധിക്കും
രാത്രി അവിടുന്ന് ഞങ്ങളുടെ ഉള്ളങ്ങളോട് ഇടപെട്ട അവിടുത്തെ വചന നിമിത്തം ഞങ്ങൾ അങ്ങേക്ക് നന്ദിയും സ്തോത്രങ്ങളും അർപ്പിക്കുന്നു. അങ്ങയുടെ പാദസേവ ചെയ്യുവാൻ സുവിശേഷത്തിന്റെ ശുശ്രൂഷകരായിരിക്കാൻ ഇടം കൈ വലം കൈ അറിയാതെ, തെറ്റും ശരിയും അറിയാതെ ഇരുട്ടിൽ തപ്പുന്ന ജനത്തോട് ക്രൂശിന്റെ വചനം പങ്കുവെക്കുക. യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷ കർത്താവേ, ആ സന്ദേശം വിളിച്ചറിയിപ്പാൻ ഞങ്ങളുടെ മേൽ അവിടുന്ന് തന്നിരിക്കുന്ന നിയോഗത്തിനായി സ്തോത്രം. ഞങ്ങളുടെ പ്രിയ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന ഈ ആഹ്വാനത്തെ അത് പൂർണ്ണ മനസ്സോടെ ഏറ്റുകൊണ്ട് ദൈവവേലയുടെ മുഖത്ത് കർത്താവിനെ സേവിപ്പാൻ ഇന്ന് രാത്രി ഞങ്ങൾക്ക് തന്ന ആഹ്വാനത്തിനായി സ്തോത്രം. ഈ മഹാനിയോഗം ശിരസായേറ്റ് കർത്താവിനെ സേവിപ്പാൻ ഇന്ന് രാത്രി തീരുമാനമെടുത്തിരിക്കുന്നതിന്റെ ഭൃത്യന്മാരുടെ മേൽ അവിടുത്തെ കൃപ അളവ് കൂടാതെ പകരണമേ. പ്രിയ കർത്താവേ, പരിശുദ്ധാത്മാവാം ദൈവമേ, അവിടുത്തെ ശക്തി കൊണ്ട് അവരെ നിറയ്ക്കണമേ. അവിടുത്തെ വചനത്താൽ നിറയ്ക്കണമേ. അങ്ങയുടെ കരങ്ങളിൽ മിനുക്കി അമ്മായി അവരെ ഉപയോഗിക്കണമേ. ഈ തലമുറയുടെ നടുവിൽ അങ്ങേക്ക് വേണ്ടി കത്തി ജ്വലിക്കുന്ന വിളക്കുകളായി ശോഭിപ്പാൻ കൃപ തരണമേ. ഇന്ന് രാത്രി ഞങ്ങളോട് ഇടപെട്ട വചന നിമിത്തം നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി യേശുവേ, നന്ദി നന്ദി നന്ദി. ഞങ്ങളുടെ കർത്താവേ, ജീവിതത്തിൽ ഞങ്ങൾ പാഴാക്കിയ ദിനങ്ങള്, ഞങ്ങൾ അലസരായി കഴിച്ച നാളുകള്, ഞങ്ങൾക്ക് വന്ന പോരായ്മകൾ, ഞങ്ങളുടെ പിശകുകൾ എല്ലാം ഞങ്ങളോട് ക്ഷമിക്കണമേ. അങ്ങയുടെ വേലിൽ ഞങ്ങൾ എത്രയധികം ഉത്സാഹികളായിരിക്കണം. ഹല്ലേലൂയ. ശത്രുവായ പിശാച് തനിക്ക് അല്പസമയമേ ഉള്ളൂ എന്നറിഞ്ഞ് അവൻ അലറുന്ന സിംഹമെന്ന പോലെ ആരെ വിഴുങ്ങേണ്ടുവെന്ന് നോക്കി അവൻ കർത്താവേ, ആ ശത്രു എത്ര തീവ്രതയോടെ പ്രവർത്തിക്കുന്നു. ഞങ്ങൾ എത്രയധികം ഉത്സാഹികളായി. ചിലരെങ്കിലും തീയിൽ നിന്ന് വലിച്ചെടുക്കേണ്ടതിന് കർത്താവിന് വേണ്ടി ഓടുവാൻ ഞങ്ങളുടെ കാലുകൾക്ക് ബലം തരണമേ. അങ്ങയുടെ പിന്നാലെ ഞങ്ങളെ ഓടുമാറാക്കണമേ. സുവിശേഷത്തിന്റെ കർത്താവെ സന്ദേശം വേഗത്തിൽ ജനത്തിന് കൊണ്ട് എന്നെത്തിക്കുന്ന ഓട്ടാളന്മാരാക്കി ഞങ്ങളെ തീർക്കണമേ. ഹല്ലേലൂയ. ഞങ്ങളോട് സംസാരിച്ച വചന നിമിത്തം അങ്ങേക്ക് നന്ദി. തിരുമുൻപാകെ സമർപ്പിച്ചതിന്റെ ഭൃത്യന്മാരുടെ മേൽ അവിടുത്തെ കൃപ പകരുന്ന് കർത്താവിന്റെ നാമത്തിനായി അവരെ വിശുദ്ധീകരിച്ച് കാക്കണമേ. ഇന്ന് രാത്രി ഞങ്ങൾക്ക് തുടർന്നുള്ള സമയം നല്ല വിശ്രമം തരണം. രാത്രിയിലും ഞങ്ങളോട് സംസാരിക്കണമേ. നിന്റെ നീതിയുള്ള വിധികൾ നിമിത്തം നിനക്ക് സ്തോത്രം ചെയ്യേണ്ടതിന് ഞാൻ അർദ്ധരാത്രിയിൽ എഴുന്നേൽക്കുമെന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ രാത്രിയുടെ യാമങ്ങളിലും ഞങ്ങളെ ഉണർത്തി അങ്ങയുടെ നാമത്തോട് അടുത്തു വരുവാൻ ഞങ്ങളെ സഹായിക്കും. ഈ സമ്മേളനം ഞങ്ങൾക്ക് തുടർന്നും അനുഗ്രഹമാക്കി തീർക്കും. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തിരുമുൻപിൽ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന പിതാവേ കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കരങ്ങൾ ഉയർത്തി ഒന്നുകൂടി ഒന്ന് ശബ്ദം ഉയർത്തി ദൈവത്തെ സ്തുതിക്കാമോ? ഇവിടുത്തെ ഇൻസ്ട്രക്ഷൻസ് എല്ലാം ദയവായി പാലിക്കുക. രാവിലെ നമുക്ക് ധ്യാന യോഗമുണ്ട്. അത് തുടർന്ന് പ്രോഗ്രാം ഷീറ്റിൽ കൊടുത്തതുപോലെ നമ്മുടെ രാവിലത്തെ സെഷൻ 2 പേര്, ഡോക്ടർ അനീഷ്, ഡോക്ടർ ജയരാജ്, രാവിലെ 2 കർത്തൃദാസന്മാരായി 2 പേർ നമ്മോട് ദൈവജനം പങ്കുവെക്കുന്നതാണ്.